ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്തിൻ്റെ ദിവസമാണ്. വ്യത്യസ്തമായ ഒരു ആംഗിളിലൂടെ എങ്ങനെ നമ്മളുടെ സമഗ്ര ആരോഗ്യത്തെ നമുക്ക് കണ്ടെത്താം, മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഇന്ന് നമുക്കൊരു ക്ലാസ് എടുക്കുന്ന ഓമന ടീച്ചറാണ്. ടീച്ചർ വയനാട് സ്വദേശിയാണ്. പല തലങ്ങളിൽ പൊതുജനവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമാണ് മാമിനുള്ളത്. LP സ്കൂളും അതുപോലെ തന്നെ ഹൈസ്കൂളിലും എല്ലാം, പ്രൈമറി സ്കൂളിലും ഹൈസ്കൂളിലും ഒക്കെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഫാക്കൽറ്റിയായി എനിക്ക് തോന്നുന്നു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് ആദ്യം ജോലിയിൽ പ്രവേശിച്ചു. അതിനുശേഷം സ്കൂളിലേക്ക് മാറുകയാണ് ചെയ്തത്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് കേരള അതിൻ്റെ ഫാക്കൽറ്റി ആയിരുന്നു. എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദമുണ്ട്. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ അനാലിസിസിൽ ഡിപ്ലോമയുണ്ട്. ആർട്സ് എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ്. ഇതിനേക്കാളൊക്കെ ഉപരി ഇപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് JJB എന്നറിയപ്പെടുന്ന ഡിസ്ട്രിക്റ്റിൻ്റെ അതിൻ്റെ മെമ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. അനേകം കുട്ടികൾ, നമുക്കറിയാം, ഇങ്ങനെ പലതരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളെ തീർച്ചയായിട്ടും ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ കീഴിൽ വരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു ആശ്രയം എന്ന നിലയിൽ മാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു മോട്ടിവേഷൻ ട്രെയിനറാണ്, ഒരു സർട്ടിഫൈഡ് പേരൻറ്റിങ് കോച്ചാണ്, അങ്ങനെ പല നിലകളിൽ. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഓമന ടീച്ചറെയും. ഓമന ടീച്ചർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. എല്ലാവർക്കും എൻ്റെ സ്നേഹം, നമസ്കാരം. സാബു സാറിന് ഒരു നന്ദി പറയുന്നു. സാറിങ്ങനെ ഒരുപാട് റിസ്ക് എടുത്തിട്ട് വേണം എല്ലാ ദിവസവും ഇവിടെ ഈ കാര്യം ചെയ്തുകൊണ്ട് സ്ഥിരമായി ഇങ്ങനെ ഇരിക്കാൻ. ഞാനിങ്ങനെ ആലോചിക്കും, അങ്ങനെ ഒരു ഡ്യൂട്ടി എൻ്റെ തലയിലുണ്ടെങ്കിൽ ഞാൻ ആകെ വറീഡായിരിക്കും. സാറ് വളരെ കൂളായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. അപ്പം താങ്ക് യു സർ. ഷെയർ ചെയ്തേക്കാമല്ലോ സർ? ഷെയർ ചെയ്തോളൂ. ഇന്നത്തെ വിഷയം വളരെ പ്രത്യേകതയുള്ളൊരു വിഷയമാണ്. തീർച്ചയായിട്ടും അതൊരു ക്ലൈമാക്സിലാണ്. തീർച്ചയായിട്ടും ഓമന ടീച്ചർ തന്നെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. ആദ്യം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാതിരിക്കാൻ പറ്റിയല്ല. കാരണം നമ്മളിപ്പോൾ ഇന്ന് എന്താണോ അത് അച്ഛൻ്റെ അമ്മയുടെയും സൃഷ്ടിയാണ്. ലൈഫിനെ പറ്റി വെറുതെ ഒരു കൊട്ടേഷൻ. ലൈഫാണല്ലോ എല്ലാവർക്കും വലുത്. ലവ്, ഇൻസ്പിറേഷൻ, ഫെയ്ത്ത്, എഡ്യൂക്കേഷൻ, ഇതാണ് ലൈഫ്. ഇപ്പം നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, യുവർ ഡാഡ് ഈസ് ദ ഓൺലി മാൻ ഹു ഈസ് ഹാപ്പി വെൻ യു ആർ ബെറ്റർ ദാൻ ഹിം. നമ്മളോട് ഒരു അസൂയയില്ലാതെ നമ്മൾ ഒരാളെക്കാളും മുമ്പിലേക്ക് നമ്മൾ വളർന്നാൽ അവർക്ക് ദേഷ്യം വരും. അതേസമയം നമ്മുടെ അച്ഛൻ എപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ അങ്ങേരെക്കാളും മുമ്പിലേക്ക് വരണം എന്ന് തന്നെയാണ്. അങ്ങനെ വിചാരിക്കുന്ന ഏറ്റവും ആദ്യത്തെ ആള് നമ്മുടെ അപ്പനാണ്. ഇതൊരു ഇൻട്രൊഡ്യൂസിങ്
ജീവിതം വളരെ ഷോർട്ടാണ്. അപ്പൊ നമ്മൾ ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓരോ നിമിഷവും അത് നമ്മൾ വളരെ ജാഗ്രത വേണം. നമുക്ക് എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ നല്ല ജാഗ്രതയോടെ ജീവിക്കണം. ഒരു അന്ധൻ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്നപ്പോൾ തിരിച്ചു പോകാൻ നേരത്ത് ഇരുട്ടായി. അപ്പൊ കൂട്ടുകാരനോട് പറഞ്ഞു, ഒരു റാന്തൽ തരാമോ, നിന്റെ റാന്തൽ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. നിനക്കെന്തിനാ റാന്തൽ? അന്ധന് കണ്ണു കാണിയല്ലോ. അപ്പൊ പറഞ്ഞു, വേറെ ആരെങ്കിലും വന്ന് എന്നെ മുട്ടാതിരിക്കാനാണ്. അപ്പൊ ആ ഒരു മുളയുടെ അറ്റത്ത് ഒരു കടലാസ് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു മെഴുകുതിരി കത്തിച്ച റാന്തലായിരുന്നു. ആ റാന്തൽ കൊടുത്തു. അതുകൊണ്ട് അന്ധൻ പോവുകയാണ്. എതിരെ ഒരു മനുഷ്യൻ വന്ന്, ഒരു യാത്രക്കാരൻ വന്ന് മുട്ടി. അപ്പൊ അന്ധൻ ചോദിച്ചു, നീ എന്താ എന്നെ മുട്ടിയത്? നിനക്ക് കാണാൻ മേലെന്ന് ചോദിച്ചു. അത് ചോദിച്ചു, നിങ്ങൾക്ക് കാണൂലെന്ന് ചോദിച്ചു. അയാൾ അന്ധനാണല്ലോ. അപ്പം ഞാനിവിടെ ഈ റാന്തൽ പിടിച്ചിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ആ റാന്തലേ പിടിച്ചിട്ടുള്ളൂ, അതിൻ്റെ ഉള്ളിൽ മെഴുകുതിരി കത്തുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ലൈറ്റ്, നത്തിങ് ക്യാൻ ഡിം ദ ലൈറ്റ് വിച്ച് ഷൈൻസ് ഫ്രം വിത്തിൻ. നമ്മുടെ ഉള്ളിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ പുറത്തുള്ള ലൈറ്റ് ആർക്ക് വേണമെങ്കിലും കെടുകയോ കത്തിക്കുകയോ തനിയെ കാറ്റത്ത് കെട്ടുപോവുകയോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമ്മുടെ ഉള്ളിലെ ലൈറ്റ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്ത് വെക്കണം. ഇത് ക്ലാസിന്റെ പേര് എൽ മാസ് ഫ്യൂട്ടെ എന്നാണ്. ആ വാക്കിന്റെ അർത്ഥം ദ സ്ട്രോങ്ങസ്റ്റ് എന്നാണ്. ഏറ്റവും നമുക്കിപ്പോൾ ശക്തി ഇല്ലാഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ട് വരിക, അപ്പൊ നമ്മൾ ഓർക്ക് ലോകത്തിലേക്ക് വെച്ചിട്ട് ഏറ്റവും വലുത് ശക്തിയാണ്, അല്ലേ? അങ്ങനെ നമുക്ക് നോക്കാം. ഇനി എന്നെ LP UP സ്കൂളിൽ പഠിപ്പിച്ച ഒരു സാറ് രാമകൃഷ്ണൻ സാറാണ്. ഒത്തിരി കാലം സാറ് പഠിപ്പിച്ചായിരുന്നു. സാർ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. സാറ് പറയുന്ന ഒരു തമാശ ഉണ്ടായിരുന്നു എപ്പോഴും, കുരുത്തം കെട്ടവനും ഒറ്റ വഴി എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ആ പിക്ചർ കാണുന്നില്ലേ, അതിൽ മനസ്സിലാകുന്നില്ലേ? രണ്ടുപേർക്ക് നടക്കാനുള്ള വീതിയില്ലാത്ത ഒരു പാലം. ഒരാൾ അപ്പുറത്തുനിന്ന് ഒരാൾ ഇപ്പുറത്തുനിന്ന് വരുവാണ്. രണ്ടുപേരും കുരുത്തം കെട്ടവരാണ്. അതുകൊണ്ട് കുരുത്തം കെട്ടവനും ആ ഒറ്റ വഴിയിൽ കൂടെ തന്നെ പോകണം. അതേസമയം കുരുത്തം കെട്ടവനും നല്ലവനും വരുവാണെങ്കിൽ ആ കുരുത്തം കെട്ടവൻ ആ ശരിക്കുള്ള വഴി കൂടെ അങ്ങ് പോകും, നല്ലവൻ അടുത്ത വഴി കൂടെ പോകും, അപ്പുറത്തേക്ക് മാറിപ്പോകും. അപ്പൊ അവിടെ രണ്ട് വഴി വന്നു. അപ്പൊ കുരുത്തം കെട്ടവനും നല്ലവനും രണ്ട് വഴി. അപ്പം നല്ലവനും മൂന്ന് വഴി. ഒരു നല്ലവനും വരുന്നെങ്കിൽ ആ ഒറിജിനൽ പാതയിലൂടെ പോവില്ല, അതിന്റെ സൈഡിൽ കൂടെ രണ്ട് സൈഡിൽ കൂടെയും പോകും. നല്ലവനും അപ്പൊ നല്ലവനും മൂന്ന് വഴി. രാമകൃഷ്ണൻ സാർ എപ്പോഴും ഒത്തിരി ക്ലാസ്സിൽ സാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിലും സാറ് പല പ്രാവശ്യം പറയുന്ന ഒരു ഉദാഹരണമാണ്. അതെപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. പിന്നെ നമ്മൾ ഇപ്പുറത്തോട്ട് വന്നപ്പം നമ്മൾ പിന്നെ ഒരു വഴി വന്നു. പണ്ട് വഴി പോലും ഇല്ല, നമുക്കൊരു ഇടവഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾക്ക് പോലും നടക്കാൻ വീതിയില്ലാത്ത ചെറിയ ചെറിയ വഴികളായിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്നത്. അതേസമയം പിന്നെ നമുക്ക് ശരിക്കും ഒരു ഇച്ചിരി വഴിയൊക്കെ വന്നു. അപ്പം നമ്മൾ ആ വഴി കൂടെ സൈക്കിളിൽ പോകാൻ തുടങ്ങി. അപ്പോഴും നമ്മൾ ആ ഒരു കുരുത്തം കെട്ടവനും കൂടി ആ വഴി കിടന്നടി കൂടാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്ത് സംഭവിച്ചു? ഇതെന്താണെന്ന് നോക്കിയിട്ട് തോന്നുന്നു, ആരെങ്കിലും പറയാവോ? വഴിയിൽ ഒരു യുദ്ധം. റോഡിൽ കിടന്ന് നമുക്ക് വണ്ടി വന്നു, വലിയ റോഡും വന്നു. നമ്മൾ വഴി കിടന്ന് വണ്ടിയുടെ കെയർ ഓഫിൽ അടി കൂടുകയാണ്. അതാണ് റോഡ് റേജ്. എന്ന് പറഞ്ഞാൽ റോഡിലെ ദേഷ്യം. നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നതാണ് റോഡിലെ ദേഷ്യം. അനുഭവിക്കാത്തവരുണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഈ റോഡിലെ ദേഷ്യം ഉണ്ടാവുന്നത്? എന്താണ് റോഡിൽ ദേഷ്യം ഉണ്ടാകാനുള്ള കാരണം? എന്താണെന്നാണ് തോന്നുന്നത്? കോംപ്രമൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവ്. അത് കൂടാതെ നമുക്ക് തിരക്ക് കൂടുതലാണ്, അല്ലേ? ജീവിതം ഷോർട്ടാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. പക്ഷെ ഷോർട്ടിന് വേണ്ടി തിരക്ക് കൂടിയിട്ട് കാര്യമില്ല. മനുഷ്യന് ഭയങ്കര ദേഷ്യമാണ്, എല്ലാവർക്കും ദേഷ്യമാണ്. റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ആ ദേഷ്യം ഇരട്ടിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ശരിയാണോ? ആ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ഇരട്ടിക്കാൻ കാരണം എൻ്റെ ഒരു അഭിപ്രായമാണ്, നമുക്ക് വണ്ടിയൊന്നും ഇല്ലായിരുന്നു. എനിക്കിപ്പോൾ ഒരു കാറൊക്കെ ആയി. ഞാൻ ആ സ്റ്റിയറിംഗിലേക്ക് പിടിക്കുമ്പോഴത്തേക്കും ഞാൻ വലിയ ആളായി. പിന്നെ ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്താൽ അവർക്ക് എൻ്റെ മുഖം അടിക്കാൻ ആക്സസിബിൾ അല്ല. ഞാൻ സേഫായിട്ടാണ് എൻ്റെ വണ്ടിക്കകത്തിരിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണോ കൂടുതൽ ദേഷ്യം വരുന്നതെന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. അപ്പം
The butterfly counts not months but moments and has time enough. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളിടത്തോളം ഈ ആളുകൾ എന്ത് കാര്യം പറയുമ്പോഴും എനിക്ക് നേരമില്ല, വേറെ പണിയുണ്ട് എന്ന് പറയുന്നത് ഒരു വലിയൊരു അഹങ്കാരമായിട്ട് ഞാൻ കാണുന്നുണ്ട് ചില ആളുകൾക്ക്. മുക്കാലും ആളുകൾ അങ്ങനെയാണ്. സാബു സാറൊക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ പിന്നെ ഇന്നാളൊരു ദിവസം പറയുകയും ചെയ്തു, NLP അതും ഇതുമൊക്കെ പഠിച്ച് സാറിനൊരു വറിയും ദേഷ്യമൊന്നും ഇല്ലേന്ന് എന്തോ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറയുകയും ചെയ്തു. എന്ന് പറഞ്ഞ പോലെ ഒരുപാട് കാര്യം ചെയ്യുന്ന ആളുകൾക്ക് സമയമുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്നും ചെയ്യാത്ത ആളുകളാണ് എനിക്ക് നേരമില്ല, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറയുന്നത്. The butterfly counts not months but moments and has time enough. ബട്ടർഫ്ലൈ എപ്പോഴും നിമിഷങ്ങളിൽ ജീവിക്കുന്ന അതാണ്. നിമിഷ നേരത്തേക്കേ ബട്ടർഫ്ലൈയുടെ ജീവിതമുള്ളൂ. നമ്മൾ എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം ബഹുമാനപ്പെട്ട സഖാവ് അച്യുതാനന്ദൻ പറയുകയാണെങ്കിൽ ചെറുപ്പത്തിലെ കാര്യം എന്ന് പറയുമ്പോൾ 80 കൊല്ലം മുമ്പുള്ള കാര്യമാണ് പറയുക, അല്ലെങ്കിൽ 90 കൊല്ലം മുമ്പുള്ള കാര്യമാണ് പറയുക. നമ്മളൊക്കെ മാസങ്ങളുടെയും കൊല്ലങ്ങളുടെയും കണക്ക് പറയുമ്പോൾ ബട്ടർഫ്ലൈക്ക് നിമിഷത്തിന്റെ കണക്കേ പറയാനുള്ളൂ. പക്ഷേ ആ ബട്ടർഫ്ലൈ വളരെ ആഹ്ലാദത്തോടെ, ഒരു വറിയില്ലാതെ, സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. നമുക്ക് ഇത്രയും മാസങ്ങളും ദിവസങ്ങളും കൊല്ലങ്ങളും കിട്ടിയിട്ടും നമുക്ക് തിരക്കാണ്, നമുക്ക് സമയം കുറവാണ്, സമയം പോരാ. റോഡ് റേജ് ഈസ് കോമൺലി ഡിഫൈൻഡ് ആസ് എ societal condition where motorists lose their temper in reaction to traffic disturbance. ഒരു ചെറിയ ട്രാഫിക് ഡിസ്റ്റർബൻസ് വന്നാൽ എല്ലാവർക്കും ഭയങ്കര ദേഷ്യമാണ്. നമ്മൾ വളരെ ചിന്തിക്കാതെ പെട്ടെന്ന് ദേഷ്യം വരുന്ന, മറ്റുള്ളിടത്ത് വരുന്നതിൻ്റെ ഇരട്ടി ദേഷ്യം വരുന്ന ഒരു പരിപാടിയാണ് ഈ ഇൻറ്റൻസ് ആയിട്ട് ആങ്കറും ഫ്രസ്ട്രേഷനും മറ്റു ഡ്രൈവർമാരോട് അഗ്രസീവ് വയലന്റ് പെരുമാറ്റവും ഒക്കെ റോഡിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത്, ഡ്രൈവർമാരായാലും ചിന്തിക്കേണ്ടത്, റോഡ് ഒരു പൊതു സ്വത്താണ്. ഞാൻ എൻ്റെ വണ്ടിയായിട്ട് പോകുമ്പോൾ വണ്ടി മാത്രമാണ് എൻ്റെത്, റോഡ് എൻ്റെ മാത്രമല്ല. അതേസമയം വണ്ടി ഒരു യന്ത്രമാണ്. വണ്ടിക്ക് അറിയത്തില്ല റോഡ് ആരുടെയാണെന്ന്. അത് നമ്മളാണ് അറിയേണ്ടത്. പൊതു ഇടങ്ങളിലെ മാന്യത, അതാണ് നമുക്കില്ലാത്തത്. അതുകൊണ്ടാണ് നമുക്ക് പുറത്തേട്ട് ഇറങ്ങി കഴിയുമ്പം അത് ഒരു ഓഫീസിലൊന്നും ഇത്രയും ദേഷ്യം ആർക്കും വരുന്നില്ല. പക്ഷെ വണ്ടിയിലാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്. റോഡ് റേജ് ഡെത്ത്സ് ആർ ഓൺ ദ റൈസ്, ബട്ട് വൈ? മരണങ്ങളുടെ സംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് റേജ് ഡെത്ത്സ് ആർ ഹൈ. ഓരോ കൊല്ലം കൂടുന്നതിനനുസരിച്ച് റോഡിലെ ദേഷ്യം കൊണ്ടുണ്ടാകുന്ന മരണസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ട്രാഫിക് സിഗ്നലിന്റെ അടുത്തെത്തുമ്പോൾ ആ മഞ്ഞ കാണുമ്പോൾ തന്നെ നമ്മൾ ഓർക്കും മറ്റേ ചുവപ്പ് വരുന്നതിന് മുമ്പേ അപ്പുറം കിടക്കണമെന്ന്. എന്നിട്ടൊരു ഒരു ഒരു ഓവർ ടേക്കിങ്, ഒരു സ്പീഡ്, ഒരു ബഹളവും ഉണ്ട്. അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഈ റോഡ് റേജ് സ്ഥിരമായി കാണുന്നത്. ഹാവ് യു എവർ ബീൻ ഇൻവോൾവ്ഡ് ഇൻ എ റോഡ് റേജ് ഇൻസിഡന്റ്? നിങ്ങൾ ആരെങ്കിലും ഒരു റോഡ് റേജ് ഇൻസിഡന്റിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ടോ ബിർസ സാറേ? നമ്മളൊക്കെ ഡ്രൈവ് ചെയ്യണല്ലേ, നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവല്ലോ. അത് ഇൻവോൾവ് ചെയ്യുവോ അല്ലെ കാണുമെങ്കിലും ചെയ്യാത്ത ആരും ഉണ്ടാവില്ല. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മാനേജിങ് റോഡ് റേജ്. സർ, മരണത്തിന്റെ അടുത്ത് വരെ എത്തിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. താങ്ക് യു സർ. രക്ഷപ്പെട്ടിട്ടുണ്ടാണ്. Understanding and managing road rage. Road rage is a serious issue affecting millions annually. Learn the causes, effects, and how to stay safe on the road. നമ്മൾ എങ്ങനെയാണ് സേഫായി റോഡിൽ കൂടെ പോയിട്ട് വേണമല്ലോ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാൻ. നമ്മൾ എങ്ങനെ സേഫ് ആകണമെന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. വാട്ട് ഈസ് റോഡ് റേജ്? ഡെഫിനിഷൻ: aggressive or violent behavior resulting from driving incidents. This includes verbal abuse, physical threats, and intentional collisions. നമ്മൾ വാക്കുകൊണ്ടും കയ്യാങ്കളിയായിട്ടും
വണ്ടി കൊണ്ട് വേറെ വണ്ടിയിൽ ഇടിപ്പിക്കലും ഇതെല്ലാം ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. വയലന്റ് ബിഹേവിയർ. The AA Foundation reports that 90% of drivers admit to aggressive behavior. ഇത് കഴിഞ്ഞു കഴിയുമ്പം ഈ ഡ്രൈവർമാരും പിള്ളേരോ മനുഷ്യരോ ഒക്കെ ആണല്ലോ, അവർക്ക് വളരെ റിഗ്രഷൻ ഉണ്ടാവുന്നുണ്ട്. വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം 90% ഡ്രൈവർമാരും സമ്മതിക്കുന്നുണ്ട് അവര് അഗ്രസീവ് ബിഹേവിയർ കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് സമ്മതിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ. റോഡ് ആക്സിഡന്റ് ഡെത്ത്സ്. റോഡ് ഫാറ്റലിറ്റീസ് ഡ്രോപ്പ് ഗ്ലോബലി ബട്ട് ഇന്ത്യ സീസ് എ റൈസ്. WHO റിപ്പോർട്ട്. ഇന്ത്യയിൽ അത് കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്, കുറയുന്ന പ്രശ്നം കുറവാണ്. ഒരു 2016 4287 കേരളത്തിലാണ് മരണം നടന്നത്. 2024 വന്നപ്പം 3714 കുറച്ച് കുറഞ്ഞു 2024. കാരണം എന്താന്ന് വെച്ചാൽ ആ സമയത്ത് ഡ്രൈവിംഗ് സ്കൂളിനെ ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരവസ്ഥ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും. ഡ്രൈവിംഗ് സ്കൂളിലേക്ക് ഒരു കൺട്രോൾ വന്നു. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ആരെങ്കിലുമൊക്കെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തി കൃത്യമായി പഠിപ്പിക്കാതെ പറ്റില്ല എന്നുള്ള ഒരു നിയമം. ലേണേഴ്സ് ടെസ്റ്റിൽ സ്ട്രിക്ട്നെസ്. പിന്നെ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവരുടെ ലൈസൻസ് പിടിച്ചു വെക്കുക, അല്ലെങ്കിൽ അവരുടെ ലൈസൻസിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, ചെറിയ സസ്പെൻഷൻ, അങ്ങനെയൊക്കെ ചെറിയ ഒരു കമ്മീഷണർ അങ്ങനെയൊക്കെ നടത്തിയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ആ സമയത്ത് ആരെങ്കിലുമൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് നിയമം കൊണ്ടുപോയി പെരുമാറുകയാണെങ്കിൽ, അധികാരികൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ ഇത് കുറച്ച് കുറയ്ക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത് ഒരു അർജന്റീനിയൻ സിനിമയുടെ ഒരു രംഗമാണ്. ഒരു ആന്തോളജി മൂവിയാണ്. ഒരു 6 വൈൽഡ് ടൈൽസ് ആണ് അതിൻ്റെ അകത്തുള്ളത്. എൽ മാസ് ഫ്യൂട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കഥ. അതിലെ ഒരു രംഗമാണിത്. ആ സിനിമയുടെ പേര് എൽ മാസ് ഫ്യൂട്ടെ, അല്ലെങ്കിൽ ദ സ്ട്രോങ്ങസ്റ്റ്. മരുഭൂമിയിലെ ഒരു വിജനമായ റോഡാണ്. വളരെ ദൂരോട്ട് ആ റോഡ് കാണാം. ആ വിജനമായ വഴിയില് ഇതാണ് ഡീഗോ ഒരു ലക്ഷറി കാറില് വരുവാണ്. അപ്പൊ മാരിയോ എന്ന് പറഞ്ഞ ഒരു തൊഴിലാളി ഒരു പഴയ കാറില് അതില് വരുന്നുണ്ട്. അപ്പൊ ഡീഗോയ്ക്ക് ഈ മാരിയോയുടെ മുമ്പിൽ കയറണം. മാരിയോ മുമ്പിൽ കയറാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ വന്നപ്പം ഏതോ ഒരു നിമിഷത്തിൽ ഡീഗോ മറികടന്നു. മാരിയോയുടെ കാറിനെ മറികടന്നത് മാത്രമല്ല, ഡീഗോ ചെയ്തത് ഒരു മോശം ആംഗ്യം മാരിയോയെ കാണിച്ചു. ഞാൻ ജയിച്ചില്ലേ എന്നുള്ള മട്ടിൽ ആണോ എന്തായാലും ഒരു മോശം ആംഗ്യം കാണിച്ചു. എന്നിട്ട് ഡീഗോ അങ്ങനെ വലിയ ആളായിട്ട് അങ്ങനെ വിജയശ്രീലാളിതനായിട്ട് അങ്ങനെ പോവുകയാണ്. കുറെ അങ്ങെത്തിയപ്പം ഈ ഡീഗോയുടെ കാറിന്റെ ടയർ പഞ്ചറായപ്പം അയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെയാണ് ഈ കാണുന്നത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി, വിജനമായ സ്ഥലമല്ലേ, ആരുമില്ല. കുറച്ച് കഴിഞ്ഞപ്പം ഈഗോ കട്ടായ മാരിയോ അവിടെ എത്തി. മാരിയോയുടെ ഈഗോ വല്ലാതെ കട്ടായി എന്ന് നമുക്കറിയാം. മാരിയോ അവിടെ എത്തി. അപ്പം അത് കഴിഞ്ഞ് കളി കാര്യമാകുന്നു. മനുഷ്യൻ അവന്റെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ ഏതറ്റം വരെ പോകുമെന്ന് നമുക്ക് അടുത്ത രംഗങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അതൊരു മാരകമായ വേർഷനാണ്. പിന്നീട് ഉള്ള രംഗങ്ങൾ നമ്മൾ കാണുക തന്നെ ചെയ്യണം. ക്ലൈമാക്സില് കത്തിയെരിഞ്ഞ കാറിന്റെ സ്റ്റിയറിങ്ങിനോട് ചേർന്ന് 2 ശരീരങ്ങൾ ഒന്നിച്ച് ഇരിക്കുന്നതാണ് കാണുന്നത്. അതാണ് അവസാനം ബാക്കിയാകുന്നത്. ഈ കഥകളൊന്നും അറിയാത്ത ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ വഴിയിൽ ഇങ്ങനെ വണ്ടി കത്തിക്കിടപ്പുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ വരികയാണ്. അയാളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അടുത്ത് നിന്ന് അയാളോട് പറയുകയാണ്, ഓ, മരണത്തിലും അവരുടെ ആ സ്നേഹം കണ്ടില്ലേ എന്നാ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയാണ്. രണ്ടുപേരും കെട്ടിപ്പിടിച്ചാണല്ലോ മരിച്ചിരിക്കുന്നത്. അപ്പോൾ പേരോ നാടോ തൊഴിലോ ഒന്നും അറിയാത്ത ഡീഗോയും മാരിയോയും ആണ് അവിടെ ഇരിക്കുന്നത്. തമ്മിൽ അവർക്ക് ഒരു പരിചയവും ഇല്ല. അവര് രണ്ടുപേരാണ് അവിടെ ഇരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന് ഇതൊന്നും അറിയില്ല. രണ്ടുപേരെ ആത്മഹത്യ ചെയ്തതായിരിക്കും എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. ഈഗോ ക്ലാഷിൽ തുടങ്ങി മരണത്തിൽ ഒടുങ്ങിയ ഒരു
കഥയാണ്. ഇതേ പരിപാടി കേരളത്തിൽ നടക്കാറുണ്ട്, ഇല്ലേ? കേരളത്തിലും പോലും ഇങ്ങനെയുള്ള ഈ സിനിമയിലുള്ള അതേപോലത്തെ കാര്യങ്ങൾ നടക്കാറുണ്ട്. കാരണം ഈ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പുറകെ ചേസ് ചെയ്ത് എന്ന് കുത്തി പിടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മൾ കാണാറുണ്ട്, പത്രത്തിലും നേരിട്ടും ഒക്കെ കാണാറുണ്ട്. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള സംയോഗം കൊണ്ടുണ്ടാകുന്നതും ആരംഭം അമൃത തുല്യമായതും പരിണാമത്തിൽ വിഷം പോലെ ദുഃഖപ്രദമായി ഭവിക്കുന്നതുമായ സുഖത്തെ രാജസ സുഖം എന്ന് പറയുന്നു. ഭഗവത്ഗീത പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ഈഗോ കട്ട് ചെയ്തിട്ട് അത് ജയിക്കാനും തോക്കാനും ഒക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് തുടക്കത്തിൽ ഒരു ഭയങ്കര ഹരമായിരിക്കും, അവസാനം അത് വിഷം കുടിച്ചതിന് തുല്യമായ ഒരു സുഖമാണത്. എനിവൺ ക്യാൻ ബി എ ബാർബേറിയൻ റിക്വയർസ് എ ടെറിബിൾ എഫേർട്ട് ടു എ സിവിലൈസ്ഡ് മാൻ. ഒരു സിവിലൈസ്ഡ് മനുഷ്യനും ഒരു ബാർബേറിയനും തമ്മിലുള്ള ഒരു വരയുടെ അപ്പുറവും ഇപ്പുറവും കടക്കാൻ ഒരു നിമിഷം മതി. നമ്മളൊക്കെ ഭയങ്കര സിവിലൈസ്ഡ് ആണ്, പക്ഷെ ഒരു നിമിഷം കൊണ്ട് നമ്മൾ അതിൻ്റെ ആ ബാർബേറിയനിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. നമുക്ക് ഇതേ കാര്യമാണ് നമ്മുടെ ദ്രൗപദി. ഓർക്കുന്നുണ്ടാവും, ദ്രൗപദി ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞ ആ കൊട്ടാരത്തിൽ ദുര്യോധനൻ വന്നപ്പോൾ ദുര്യോധന സ്ഥലകാല ഭ്രമം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ സ്ഥലകാല അല്ല, സ്ഥല ജലഭ്രമം ഉണ്ടായി. സ്ഥലം കാണുമ്പോൾ ജലമാണെന്നും ജലം കാണുമ്പോൾ സ്ഥലമാണെന്നൊക്കെ തോന്നുന്ന പോലത്തെ പ്രശ്നമുണ്ടായി. അയാൾ ഈ വെള്ളമില്ലാത്തടത്തൂടെ മുണ്ടൊക്കെ പൊക്കിപ്പിടിച്ചൊക്കെ നടക്കുന്ന കണ്ടപ്പോൾ ദ്രൗപദി ഒന്ന് പരിഹസിച്ച് ചിരിച്ചു. ആ ചിരിയുടെ ബാക്കിയാണ് കുരുക്ഷേത്ര യുദ്ധം, സർവനാശത്തിലെത്തിയ കുരുക്ഷേത്ര യുദ്ധം. ഇത് നമ്മുടെ ഭൂമി ഉണ്ടായ കാലം മുതൽ ഈ ഈഗോ ഹർട്ടിങ്ങും ഈ പൊല്യൂഷനും നടക്കുന്നുണ്ട്. വാട്ട് ആർ മെയിൻ കോസസ് ഓഫ് റോഡ് ആക്സിഡൻസ്? ഞാൻ കുറച്ചെണ്ണം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓവർ സ്പീഡിങ്, നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാതെ ഓവർ സ്പീഡിൽ പോവുക. അതിൽ ഓവർ സ്പീഡിങ്ങിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ വണ്ടിയിലുള്ളത് ഒരേ ഏജിലുള്ള കുട്ടികളോ അല്ലെങ്കിൽ ഒരേ ഏജിലുള്ള കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്നും പറയാനുമില്ല. ട്രാഫിക് കൺജഷൻ ഇൻക്രീസസ് സ്ട്രെസ് ബൈ 45% എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ട്രാഫിക് കൺജഷൻ ആണെന്ന് കാണുമ്പോൾ ഡ്രൈവർമാർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, സ്ട്രെസ് ഉണ്ടാവും. ഡിസ്ട്രാക്റ്റഡ് ഡ്രൈവിംഗ്, നമുക്ക് ആ ഒരു അശ്രദ്ധമായ ഡ്രൈവിങ്, അത് ഇൻഫ്ലുവൻസ് ഓഫ് ഡ്രഗ്സ് ഓർ ആൽക്കഹോളോ ഡ്രഗ്സോ ഒക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടും നമുക്കിങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആകാം. റെക്ലെസ് ഡേഞ്ചറസ് അഗ്രസീവ് ഡ്രൈവിംഗ്, ഒരു ഓവർ സ്പീഡിൽ അഗ്രസീവായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. ഫാറ്റീഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു യാത്ര പോകുന്നതിന് മുമ്പേ തലേദിവസം കൃത്യമായിട്ട് ഉറങ്ങണം. പിന്നെ വഴിക്കൊരു ക്ഷീണം തോന്നിയാൽ ചായ കുടിക്കുമോ അല്ലെങ്കിൽ ഉറക്കം വന്നാൽ കുറച്ച് നേരം ഉറങ്ങുമോ. നമ്മുടെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു, ഹസ്ബൻഡിൻ്റെ ഓഫീസിലെ ഡ്രൈവറായിരുന്നു. റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ബന്ധത്തിലായിരുന്നു. ഒത്തിരി നല്ലൊരു ഡ്രൈവറായിരുന്നു. എന്താ പറയുക, 13 വയസ്സിൽ വളയം പിടിച്ചതാണ്. ഒരു ആക്സിഡൻറ്റും ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹം മരിച്ചുപോയി. കണ്ണിന് കാഴ്ച കുറഞ്ഞാണ് അവസാനം ആ സമയത്താണ് ഡ്രൈവിംഗ് നിർത്തിവെച്ചത്. അതുവരെ ഒരു ആക്സിഡൻറ്റും ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ഒത്തിരി. എവിടെയെങ്കിലും വഴി ലോങ് പോകുകയാണെങ്കിൽ വഴിക്ക് ഒരു ക്ഷീണം തോന്നിയാൽ അപ്പം സൈഡാക്കി ഒരു 5 മിനിറ്റ് ആ സ്റ്റിയറിങ്ങിൻ്റെ മേലെ തലവെച്ച് ഉറങ്ങും, പിന്നെ ഓക്കെയാണ്. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ശീലങ്ങൾ ഡ്രൈവ് ചെയ്യുന്നവരുടെ സ്വന്തമായിട്ടുണ്ടാവണം. മിസ്ഡ് വെഹിക്കിൾ മെയിൻ്റനൻസ്, ചിലപ്പോൾ നമ്മൾ വെഹിക്കിൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവില്ല, അത് ഒരു വലിയ പ്രശ്നമാണ്. ബീറ്റിംഗ് ദ റെഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാഫിക് സിഗ്നലിൻ്റെ അവിടെ എത്തിക്കഴിയുമ്പോൾ ആ മഞ്ഞ കാണുമ്പോഴത്തേക്ക് ചുവപ്പ് വരുന്നതിന് മുമ്പേ അപ്പുറം കിടക്കണം എന്നുള്ള ഒരു ചിന്തയിലുള്ള ആ ഒരു ഓട്ടം ഉണ്ടല്ലോ, ആ ഒരു ഓട്ടം. പുവർ റോഡ് കണ്ടീഷൻസ്, നമ്മുടെ റോഡുകൾ മോശമായാൽ ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള ഒരു ചാൻസ് കൂടി. പുവർ വെതർ എന്ന് പറയുമ്പം മഴയോ അല്ലെങ്കിൽ ഫോഗോ സ്നോയോ ഒക്കെ ഉണ്ടെങ്കിൽ
പേഴ്സണൽ സ്ട്രെസ്. ചില ആളുകൾക്ക് സ്വന്തമായി പേഴ്സണലായ സ്ട്രെസ്സോട് കൂടിയായിരിക്കും ഡ്രൈവിങ്ങിന് ഇറങ്ങിയത്. പിന്നെ അനോണിമിറ്റി എന്ന് പറയുമ്പോൾ അപരിചിതനാണല്ലോ. വേറൊരു സ്ഥലത്തൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഞാൻ അവിടെ അപരിചിതനാണ്. അപ്പം എന്നെ ഇവിടെ ആരും അറിയില്ല, ഞാൻ ആരോടെങ്കിലും 4 ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും. പിന്നെ എനിക്ക് തോന്നുന്നത് ഇത് കൂടാതെ ഈ സിനിമയിലൊക്കെ ഇങ്ങനത്തെ റോഡ് റേജ് കഴിയുമ്പം ഒരു എന്താ പറയുക, മഹത്വവൽക്കരിക്കുന്ന പോലത്തെ രംഗങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇത് ഒരാൾ സ്ലോ ഡ്രൈവ് ചെയ്ത് പോകുന്ന ആളോട് ചീത്ത പറയാം, ഹാവ് യു നോ സ്ട്രെസ് ഇൻ യുവർ ലൈഫ്? നിങ്ങൾ എന്താ ഇങ്ങനെ മെല്ലെ പോകുന്നത്, നിങ്ങൾക്ക് ഒരു സ്ട്രെസ്സും ഇല്ലേ, മനുഷ്യർക്ക് വഴി കൂടെ പോകണ്ടേ എന്നുള്ള മട്ടിൽ ഒരാൾ ചീത്ത പറയാം. ഒരാൾ പതുക്കെ സൈഡിൽ കൂടെ പോയാലും മറ്റുള്ള ഡ്രൈവർമാർക്ക് ചിലപ്പം ഇഷ്ടപ്പെടില്ല. അഗ്രസീവ് ഡ്രൈവിംഗ് പുട്സ് എവരി വൺ അറ്റ് റിസ്ക്. ലേൺ അബൌട്ട് ദ ഡേഞ്ചേഴ്സ്. നമുക്ക് ഡേഞ്ചേഴ്സിനെ പറ്റി എപ്പോഴും ചിന്ത വേണം ഡ്രൈവ് ചെയ്യുമ്പോൾ. കാരണം നമ്മൾക്ക് തിരിച്ച് വീട്ടിലെത്തണം. വേറൊരുത്തൻ അവിടെ നിയമം ലംഘിക്കുകയോ അവിടെ മോശമായി ഡ്രൈവ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ കുടുങ്ങിയത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എപ്പോഴും വളരെ കറക്റ്റ് ആയിരിക്കണം. ഞാൻ ആ അഗ്രസീവായിട്ട് വരുന്ന ആളുകളെ ഒഴിഞ്ഞു പോകാൻ മാത്രം സാന്നിധ്യം എനിക്കുണ്ടാവണം. എന്നാലല്ലേ എനിക്ക് വീട്ടിലെത്താൻ പറ്റുള്ളൂ. ദ എഫക്ട്സ് ഓഫ് റോഡ് റേജ്. Road rage affects on your mental health and overall well-being. The impact of road rage isn't confined to time spent behind the wheel. Road rage can linger and affect daily life and mental health, causing the following: anxiety and depression. ഒരു റോഡ് റേജ് കഴിഞ്ഞ് ഒരു ഇഷ്യൂ കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ശാരീരികമായ ഡിഫക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആങ്സൈറ്റി ആയി, ഡിപ്രഷനായി, അതിൻ്റെ കേസുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോകണം. ആകെ നമ്മൾ മാനസികമായിട്ട് തകരും. ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവും, കാര്യമായ പരിക്ക് വരുന്ന ഒരവസ്ഥയാണെങ്കിൽ. റിലേഷൻഷിപ്പ് സ്ട്രെയിൻ, നമ്മൾ ബന്ധങ്ങൾ തകരും. അതിന് പുറമെ ലീഗൽ കോൺസിക്വൻസസും നമുക്കുണ്ട്. ലീഗൽ കോൺസിക്വൻസസ് ഓഫ് റോഡ് റേജ്: ലൈസൻസ് സസ്പെൻഷൻ ഓർ റിവോക്കേഷൻ. ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ അസാധുവാക്കുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഫൈൻ അടിക്കും, സിവിൽ ലോ സ്യൂട്ട്സ് ഉണ്ടാവും, നമ്മൾക്ക് കേസ് നടത്തേണ്ടി വരും, ചിലപ്പോൾ ജയിലിൽ പോകേണ്ടി വരും, ജയിൽ ടൈം. ഇൻഷുറൻസ് ഇംപ്ലിക്കേഷൻസ്, ചിലപ്പോൾ പ്രീമിയം കൂടും, ചിലപ്പോൾ ഇൻഷുറൻസ് തന്നെ ഒഴിവായി പോയി എന്ന് വരും കൂടുതൽ കുറ്റകരമായാൽ. ഡിഫിക്കൽറ്റി ഒബ്റ്റൈനിങ് എംപ്ലോയ്മെന്റ്, നമുക്ക് ജോലിയില്ല ഒരു ആളാണ് ഇങ്ങനെയുള്ള എന്തെങ്കിലും മാരകമായ ഇഷ്യൂസിൽ പെട്ടാൽ ജോലിക്ക് എടുക്കുമ്പോൾ ആ കേസ് പ്രശ്നമാണ്. അത് നമുക്ക് ഒബ്റ്റൈനിങ് എംപ്ലോയ്മെന്റ്, ജോലി കിട്ടാനുള്ള സാധ്യത കുറയും. കേസ് സ്റ്റഡി, റിയൽ ലൈഫ് ഇമ്പാക്റ്റ്. ഞാനൊരു 2 എടുത്തു വെച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ എടുത്തു വെക്കാനുണ്ട്. ദീസ് എക്സാമ്പിൾസ് ഹൈലൈറ്റ് ദ സിവിയർ കോൺസിക്വൻസസ് ഓഫ് റോഡ് റേജ്. കോഴിക്കോട് ഫാമിലി അസാൾട്ടഡ് ഇൻ റോഡ് റേജ് ഇൻസിഡന്റ് ഏപ്രിൽ 2025. ഈ ഏപ്രിൽ മാസത്തിൽ നടന്നതാണ്. ഒരു ഫാമിലി, അച്ഛനും അമ്മയും കുട്ടിയും, അച്ഛൻ്റെ അമ്മയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഒരുമിച്ച് പോകുമായിരുന്നു. അപ്പോൾ കല്ലുമാലിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആളുകൾ ഒരു വണ്ടിക്ക് ഒരസിന്നാണ് പറയുന്നത് ആദ്യം. അത് കഴിഞ്ഞ് എവിടെയോ വണ്ടി നിർത്തി നോക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് കുറേ ആളുകൾ വന്നിട്ട് ഇവരെ വളഞ്ഞ് ഇവരെ ഭാര്യയും ഭർത്താവിനെയും ഒക്കെ തല്ലിയും കാറിൻ്റെ മുൻവശത്തെ ചില്ലൊക്കെ പൊട്ടിച്ച്, നിങ്ങളൊക്കെ വായിച്ചതായിരിക്കും. ആ ചില്ല് പൊട്ടിയപ്പോൾ ആ കുട്ടിയുടെ കണ്ണിന് പ്രശ്നമായി. അങ്ങനെയൊക്കെ ഭയങ്കര, അതിന് ഒരു BNS പ്രകാരം കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെ കേസെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഡ്രങ്ക് ഡ്രൈവിംഗ് റാമ്പേജ് ബൈ ഡോക്ടർ ഇൻ കൊല്ലം. ഇത് പ്രത്യേകം ഞാൻ അവിടെ കണ്ടപ്പോൾ എടുത്തുന്നേ ഉള്ളൂ. അത് ഒരു രശ്മി പിള്ള എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറാണ് ഡ്രങ്ക് ഡ്രൈവ് ചെയ്തത്. അവരുടെ കാറിൽ നിന്ന് 4 മദ്യക്കുപ്പികളും കിട്ടി. അവർ അങ്ങനെ ഓടിച്ചു പോയി വേറെ വണ്ടികളുടെ മേലോട്ടൊക്കെ കയറ്റി പിടിച്ച് കുറേ വണ്ടികളുടെ മേലെ കയറി കുറേ പേർക്ക് പരിക്കൊക്കെ പറ്റിയതാണ് റോഡ് റേജ്. ഇതിൽ ശരിക്കും ഈ റോഡ് റേജ് പ്രകാരം ആരും വിൻ ചെയ്യുന്നില്ല. ആരെങ്കിലും വിൻ ചെയ്യുന്നുണ്ടോ? ആർക്കും ഒരു നേട്ടം ഉണ്ടാകുന്നില്ല. റോഡ് റേജ് കൊണ്ട് ആർക്കും ഒരു നേട്ടം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം.
ഞാൻ കുറച്ച് പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പ്ലാൻ അഹെഡ്, അലോ എക്സ്ട്രാ ടൈം ടു റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ. നമ്മൾ വീട്ടിലെത്താൻ കൂടുതൽ സമയം, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വളരെ കുറച്ച് നേരത്തെ ഇറങ്ങുക. റോഡിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ എത്തേണ്ട സമയം കണക്കാക്കി ഇവിടുന്ന് കൃത്യസമയത്തിന് ഇറങ്ങാതെ കുറച്ച് നേരത്തെ ഇറങ്ങാം. സ്റ്റേ കാം, പ്രാക്ടീസ് റിലാക്സേഷൻ ടെക്നിക്സ്, സ്ലോ ഡൗൺ. എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന പോലെ തോന്നിയാൽ നമ്മൾ റിലാക്സേഷൻ ടെക്നിക്സ് ഉപയോഗിക്കുക. ഭയങ്കരമായി നമ്മൾ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുക. നമ്മളെ തന്നെ ശ്രദ്ധിച്ച് മാനസികമായി സ്ലോ ഡൗൺ ചെയ്യുക. ബി കൺസിഡറേറ്റ്, അവോയ്ഡ് ടെയിൽ ഗേറ്റിംഗ്, മേക്കിംഗ് റൂഡ്. നമ്മൾ അഥവാ ഒരാളൊന്ന് ഓവർടേക്ക് ചെയ്താൽ തന്നെ ആ ചെയ്തയാൾ പിന്നെ ആംഗ്യം കാണിക്കാനും അടയാളം കാണിക്കാനും ഗമ കാണിക്കാനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. പതുക്കെ അങ്ങ് പോയേക്കുക. അങ്ങനത്തെ ഒരു പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളും ആംഗ്യങ്ങളും നമ്മൾ കാണിക്കാൻ പാടില്ല ഡ്രൈവർമാരെ. മെയിൻറ്റെയിൻ ഡിസ്റ്റൻസ്, കീപ് എ സേഫ് ഫോളോയിങ് ഡിസ്റ്റൻസ്. നമ്മളെപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അടുത്ത വണ്ടിയുമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുക. ഡോണ്ട് എൻഗേജ്, അവോയ്ഡ് ഐ കോണ്ടാക്ട്. ആരെങ്കിലും വിടുവാണെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി ആള് കളിക്കാൻ നിൽക്കാതെ അവരുടെ ഐ കോണ്ടാക്ട് ഒന്നും ഇല്ലാതെ നമ്മൾ കുറച്ച് സൈഡാകുക. ഡോണ്ട് റീറ്റാലിയേറ്റ്, റെസിസ്റ്റ് ദ അർജ് ടു ഹോം യുവർ ഹോൺ. എന്തെങ്കിലും ഇപ്പം ട്രാഫിക്കിൽ നമ്മൾ ആ പച്ച ലൈറ്റ് കത്താൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ പുറകിലുള്ളവൻ ഓണടിക്കാൻ തുടങ്ങും. എല്ലാവർക്കും അറിയാം. മുമ്പിലുള്ളവരിങ്ങനെ പോയി വേണമല്ലോ പുറകിലുള്ള ആൾക്ക് പോകാൻ. പച്ച ലൈറ്റ് അവിടെ കത്തുന്നത് ദൂരേന്ന് കാണുമ്പോൾ അയാൾ ഓണടിക്കാൻ തുടങ്ങും, പുറകിലുള്ളയാണ്. അപ്പം മുമ്പിലുള്ള ആൾക്ക് ദേഷ്യം വരാത്ത. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അശ്രദ്ധമായി ചെയ്യാതിരിക്കുക. ഫോർഗീവ് അതർ ഡ്രൈവേഴ്സ്, ട്രൈ ടു ലെറ്റ് ഗോ ഓഫ് ദർ മിസ്. ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ കുറ്റം ചെയ്താൽ, തെറ്റ് ചെയ്താൽ നമ്മളത് അശ്രദ്ധമായി ശ്രദ്ധിക്കാത്ത പോലെ ലെറ്റ് ഗോ ഓഫ് ദർ മിസ്റ്റേക്സ്. ആർക്കും തെറ്റുകൾ പറ്റാം, നാളെ നമുക്കും പറ്റാം എന്നുള്ള മട്ടിലൊക്കെ ചിന്തിച്ച് നമ്മളത് ഒഴിവായി പോവുക. സീക്ക് ഹെൽപ്പ് ഇഫ് നീഡഡ്. വല്ലാതെ പ്രശ്നം ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ നമ്മൾ ഹെൽപ്പ് എടുക്കണം. ഒന്നുകിൽ പോലീസിനെ വിളിക്കുക, അല്ലെങ്കിൽ അടുത്ത ഗ്യാസ് സ്റ്റേഷനിലേക്ക് കയറുക, എന്നിട്ട് അവിടുന്ന് ഹെൽപ്പ് ചോദിക്കുക. റിപ്പോർട്ട് അഗ്രസീവ് ഡ്രൈവേഴ്സ്, പ്രിയോറിറ്റൈസ് യുവർ സേഫ്റ്റി. നമ്മൾ അഗ്രസീവ് ഡ്രൈവേഴ്സിനെ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ നോട്ട് ചെയ്ത് ഒരു ഇൻഫർമേഷൻ കൊടുക്കണം. ഞാനൊരു പ്രാവശ്യം ഇവിടുന്ന് എറണാകുളത്തേക്ക് ബസ് ബുക്ക് ചെയ്ത് പോയപ്പോൾ ആ ഡ്രൈവർ ഇവിടുന്ന് ഞാൻ കയറിയപ്പോൾ മുതൽ എറണാകുളത്ത് എത്തുന്നവരെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഉറങ്ങുന്നവർക്ക് ഡിസ്റ്റർബൻസുമാണ്. പിന്നെ ഒരു ടെൻഷൻ അല്ലേ ഈ ഫോണിൽ സംസാരിക്കുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോൾ എന്താ സംഭവിക്കാന്നുള്ള ഒരു ടെൻഷനും വരുമല്ലോ. അവസാനം എൻ്റെ മോളായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, ഏതാണ് ഇതിൻ്റെ ഓഫീസ്? അയാൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, ആളുകൾക്ക് ടെൻഷൻ ആവില്ലേ, അല്ലെങ്കിൽ ഇപ്രാവശ്യം ആക്സിഡന്റ് ഒന്നും ആയില്ല എന്ന് വിചാരിച്ചിട്ട് അയാൾക്കത് ഒരു സ്ഥിരം പരിപാടി ആയാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നീട് ഞാൻ അതേ ബസ്സിൽ അതേ ഡ്രൈവറുടെ ഇതിൽ വന്നപ്പം അയാൾ ഫോൺ ചെയ്യുന്നേയില്ല. നമ്മുടെ കാര്യം കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് പോരാതെ, ഞാൻ സ്ഥിരം അങ്ങനെ എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്ന ആളൊന്നും അല്ല. പക്ഷെ ഒരു പ്രാവശ്യം അങ്ങനെ കണ്ടപ്പം എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾക്കും ചെയ്യാനുണ്ട്. റിപ്പോർട്ട് അഗ്രസീവ് ഡ്രൈവേഴ്സ്, പ്രിയോറിറ്റൈസ് യുവർ സേഫ്റ്റി. പ്രാക്ടീസ് ഡിഫെൻസീവ് ഡ്രൈവിംഗ്, ബി പ്രിപ്പയർഡ് ടു റിയാക്ട് സേഫ്ലി. നമ്മളെപ്പോഴും മറ്റുള്ളവരോട് വളരെ സാവകാശത്തിലും സാവധാനത്തിലും സമാധാനത്തിലും റിയാക്ട് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ നമ്മൾ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കും. ബി പൊളൈറ്റ്, സേ താങ്ക് യു ആൻഡ് സോറി. നമ്മുടെ നാട്ടിൽ ഈ താങ്ക് യു പറയലും സോറി പറയലും വളരെ കുറവാണ്. നമുക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അത് നമ്മുടെ കഴിവുകൊണ്ടാണെന്ന് തോന്നുന്ന പോലെ താങ്ക് യു പറയാൻ മടിയാണ്. നമ്മളൊരു തെറ്റ് ചെയ്താൽ അബദ്ധം ആർക്കും പറ്റൂലേ, ഒരു സോറി പറയുക, അയ്യോ സോറി ഞാൻ ചെയ്തു പോയല്ലോ എന്നുള്ള മറ്റുള്ളൊരു സോറി പറയുക. ആ ഒരു പരിപാടി നമ്മുടെ മലയാളികൾക്ക് വളരെ കുറവാണ്. അത് പ്രാക്ടീസ് ചെയ്യുക. പ്രിപ്പയർ യുവർ കാർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. പിന്നെ ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക. പിന്നെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ വഴിക്ക് നിർത്തി ഒരു ചായ കുടിക്കുക. പിന്നെ ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് പ്രിയപ്പെട്ടവരാണെങ്കിൽ നമുക്ക് വീട്ടിലെത്താനാണ് തിരക്ക്. ഏതെങ്കിലും ഒരു പട്ടി വഴിയിൽ കുരച്ചാൽ നമ്മൾ കല്ലെടുത്തെറിയില്ലല്ലോ.
ആ കല്ലെടുത്ത് എറിഞ്ഞ് അവിടെ നിൽക്കുമോ? ഇല്ല. ആ രീതിയിലേക്ക് നമുക്കൊരു ചെറിയ പ്രശ്നം വന്നാൽ നമുക്ക് അവോയ്ഡ് ചെയ്ത് പോരാൻ പറ്റണം. അപ്പം നമുക്ക് വീട്ടിലെത്തണം എന്നുള്ള ഒരു നിർബന്ധം നമുക്ക് ഉണ്ടാവണം. ഇത് after being the Prime Minister of Netherlands for 14 years, he handed over the charge to the new Prime Minister and went home on a bicycle. ഇതൊന്ന് കാണിക്കാം. നെതർലാൻഡ്സിലെ പ്രൈം മിനിസ്റ്റർ 14 ചാർജ് കൊടുക്കുക അടുത്ത പ്രൈം മിനിസ്റ്റർ. Die is van mij en jou. Heel veel succes. Hoi hoi! Hoi hoi! Ziens allemaal! Hoi hoi! നെതർലാൻഡ്സിലെ പ്രൈം മിനിസ്റ്റർ 14 കൊല്ലത്തെ ഭരണത്തിന് ശേഷം ചാർജ് കൊടുത്തിട്ട് അടുത്ത പ്രൈം മിനിസ്റ്റർക്ക് ചാർജ് കൊടുത്തിട്ട് സൈക്കിളിൽ പോകുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നെ ഈ നമ്മുടെ നാട്ടിൽ ഒരു സൈക്കിൾ ഓടിക്കാനുള്ള സ്പേസ് ഒന്നും റോഡിൽ കാണുന്നില്ല. അതേസമയം യൂറോപ്യൻ കൺട്രീസിലൊക്കെ പുറത്ത് സൈക്കിൾ ഓടിക്കാനുള്ള നടന്നു പോകുന്നവർക്ക് പ്രത്യേകം സമാധാനത്തിൽ നടന്നു പോകാനുള്ള വഴികൾ സൈഡൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നടക്കാൻ നല്ല തോന്നും. അതേസമയം വണ്ടിയുടെ ഇത്രയും അതിപ്രസരം അവിടെയൊന്നും ഞാൻ കണ്ടില്ല. ഒരു സ്ഥലത്ത് ഞാൻ പോയി, യൂറോപ്യൻ കൺട്രീസിൽ ഒരിടത്ത് പോയി. അപ്പൊ അവിടെ അങ്ങനെയൊന്നും കണ്ടില്ല. ഇപ്പം ഇതൊരു കുറച്ച് അഫർമേഷൻസ് ആണ്. ഈ അഫർമേഷൻസ് ശരിക്കും ഡ്രൈവേഴ്സിന് വേണ്ടി ഞാൻ എഴുതി ഉണ്ടാക്കിയതാണ്. ആർക്കെങ്കിലും ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് ഇതൊന്ന് ഏറ്റു പറയാൻ പറ്റുമോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട്. I am calm and in control of my driving. ആര് പറയുന്നു? I am calm and in control of my I am a safe and alert driver. I focus on my own driving and stays relaxed. I am a peaceful driver and enjoy the journey. I am in control of my emotions while driving. I choose to see the good in other drivers. I am grateful for a safe and peaceful drive. I am grateful for a safe and peaceful driver. Thank you, sir. ഇത് ഞാൻ PPT അവസാനിപ്പിക്കുകയാണ്. കുറച്ചും കൂടെ പറയാനുണ്ട്. താങ്ക് യു ഡസൻറ്റ് ഈവൻ ബിഗിൻ ടു കവർ ഹൗ ഗ്രേറ്റ്ഫുൾ ഐ ആം. ഞാൻ ഇത് വെറും താങ്ക്സ് പറഞ്ഞാൽ പോരാ. എന്നെ കേട്ട ആളുകൾക്കും എനിക്ക് ഈ അവസരം തന്ന സാബു സാറിനും വെറും താങ്ക്സ് പറഞ്ഞാൽ പോരാന്ന് എനിക്കറിയാം. അപ്പം ഞാൻ പറയുന്നത്, നമ്മുടെ ഈ റോഡ് റേജ് കുറയണമെങ്കിൽ നമുക്ക് പേടി ഉണ്ടെങ്കിൽ ഡ്രൈവർമാർക്ക് ഒരു പേടിയില്ലായ്കയുണ്ട്. ആ ഫൈനൊക്കെ വളരെ കുറവാണ്. കൂടുതൽ ഫൈൻ ഇടുക, പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കിയവരുടെ ലൈസൻസിൽ പോയിന്റ് ഇടുക. നമ്മൾ സർവീസ് ബുക്കിൽ റെഡ് മാർക്ക് വരിക എന്ന് പറയുന്ന പോലെ അവരുടെ ലൈസൻസിൽ പോയിന്റ് ഇടുക. അത് അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ഈ ഡ്രൈവർമാർക്കൊക്കെ കൊല്ലത്തിൽ ഒരു ഇൻ സർവീസ് കോഴ്സ് പോലെ ഒരു ട്രെയിനിങ് കൊടുത്താൽ എന്താ? അവർക്ക് ഈ ഇങ്ങനെയുള്ള നമ്മളിവിടെ പറഞ്ഞ പോലത്തെ കുറെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടാവണം. പിന്നെയോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇപ്പം ആ ഡ്രൈവിംഗ് സ്കൂളിന്റെ കാര്യത്തിലും, ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നിടത്ത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആ പിന്നെ റോഡിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, ഡ്രൈവിംഗ് സ്കൂളുകാരെ അഡ്ജസ്റ്റ് ചെയ്ത്, അവർ പൈസ മേടിച്ചിട്ടാണല്ലോ നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ കടത്തി വിടുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊക്കെ ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി കുറച്ച് കുറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വരരുത്. നന്നായിട്ട് ഡ്രൈവ് ചെയ്ത് പഠിച്ചിട്ടേ ഡ്രൈവർ ആകാൻ പാടുള്ളൂ. ആ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നതിൽ കുറച്ച് സ്ട്രിക്റ്റ്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ അവരുടെ ലൈസൻസിൽ പ്രശ്നങ്ങൾ അല്ലെ പോയിന്റ്സ് ഒക്കെ ഇടുക. കുറെ കഴിഞ്ഞാൽ അത് സസ്പെൻഡ് ചെയ്യുക, ഇല്ലാതാക്കുക.
അങ്ങനെയുള്ള കുറെ ശിക്ഷകൾ വരികയാണെങ്കിൽ ഈ റോഡ് റേജ് വളരെ കുറയും. കാരണം ഇത്രയും ദേഷ്യമൊന്നും ആ മനുഷ്യർക്ക് വല്ല ഓഫീസിലോ വർക്കിംഗ് പ്ലേസിലോ ഒന്നുമില്ല. ഈ റോഡിൽ ഉണ്ടാവുന്ന അത്ര ദേഷ്യം ആർക്കും ഇല്ല. കാരണം എന്താ വെച്ചാൽ ആ വണ്ടിയിൽ ഇല്ലാതിരുന്ന വണ്ടി ഉണ്ടായി, ആ വണ്ടിയിൽ അങ്ങ് കയറി ഇരുന്ന് കഴിയുമ്പോൾ ആ ദേഷ്യത്തിന്റെ അളവ് എത്രയോ ഭയങ്കരമാണ്. റോഡ് ഡെത്ത്, റോഡിലെ മരണം ആഫ്രിക്കയിലെ ഗിനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ. കുറവ് യൂറോപ്യൻ കൺട്രീസിലാണ്. ഞാൻ കണക്ക് നോക്കിയപ്പോൾ നോർവേ, ഐസ്ലാൻഡിലാണ് ഏറ്റവും കുറവ്. 2.5 റോഡ് ഡെത്ത് പെർ 1,00,000 ആളുകൾക്ക് അത്രേ ആൾക്കാരെ മരിക്കുന്നുള്ളൂ. നോർവേ 2.12, സ്വിറ്റ്സർലാൻഡ് 2.25. അതിന്റെ ഒരു കാരണം അവിടെ ജനങ്ങൾ വളരെ കുറവാണ്. ആകെയുള്ള ഞാൻ വളരെ ഒന്നും കൂടി റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ ആളുകൾ വളരെ കുറവാണ്. ഇന്ത്യ ടോപ്പ് റോഡ് ആക്സിഡൻസ് ഫെറ്റാലിറ്റീസ് ഗ്ലോബലി ഓവർ 1.72 ലാക്ക് ഇൻ റോഡ് ക്രാഷസ് ഇൻ 2023 1.72 ലാക്ക് ഇൻ റോഡ് ക്രാഷസ്. ഗഡ്കരി അത് അനൗൺസ് ചെയ്തതാണ്. ഓരോ മണിക്കൂറിലും 55 അപകടങ്ങളും 20 മരണങ്ങളും. ഓരോ കൊല്ലം കൂടുന്നതിനനുസരിച്ച് മരണങ്ങൾ, ആക്സിഡന്റ് കൂടുന്നു. ഏതെങ്കിലും കൊല്ലം ചിലപ്പം കുറച്ച് മരണം കുറയും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. ഇതില് മരിച്ചവരിൽ 10,000 പേർ പ്രായപൂർത്തി ആകാത്തവരാണ്. ഇതാണ് നമ്മുടെ അവസാനം കിട്ടിയ കണക്ക്. അപ്പൊ ഇങ്ങനെ ഇത്രയും റോഡിൽ നമ്മളിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വളരെ പീസ്ഫുൾ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് ഒരു ഹോസ്പിറ്റൽ കേസാണ് ഞാൻ നോക്കിയിട്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രാജഡി. കാരണം നമ്മൾക്ക് വേറെ എന്ത് ഇഷ്യൂ ഉണ്ടായാലും കൈകാര്യം ചെയ്യാം. പക്ഷെ ഹോസ്പിറ്റൽ കേസ് ആയാലും നമുക്ക് ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡർ ആവാൻ ഒരാൾ വേണം, വീട്ടിലെ ആൾ വേണം, നമ്മുടെ ജോലിക്ക് നമുക്ക് പോകണം, കാശുണ്ടാക്കണം, ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പുറകെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് റോഡിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടായി, നമ്മൾ ആരെങ്കിലും വീട്ടിലൊരാളെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഒത്തിരി ബുദ്ധിമുട്ടുകളുടെ ഒരു തുടക്കമാണ് ഇതുകൊണ്ടുള്ള ആക്സിഡന്റ്. അപ്പം നമ്മൾ പറയുന്നത് നമ്മുടെ എന്താ പറയുക, നിയമങ്ങൾ കുറച്ചും കൂടി കർശനമാകുകയാണെങ്കിൽ, ഇപ്പം ആ ക്യാമറയൊക്കെ വെച്ചപ്പം എല്ലാവരും ബെൽറ്റ് ഇടാനൊക്കെ തുടങ്ങിയില്ലേ, ഹെൽമെറ്റ് ഇടുന്നത് നിർബന്ധമായി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറെ നിർബന്ധങ്ങൾ റോഡിൽ വേണം. കാരണം റോഡ് നമുക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു 2 ആൾക്ക് ഒരു വണ്ടി വെച്ച് ഈ നാട്ടിലുണ്ട്. 3.5 കോടി ജനസംഖ്യ ഉണ്ടെങ്കിൽ 2 കോടി വണ്ടിയുണ്ട്. നമ്മുടെ റോഡിന് അതിനനുസരിച്ചുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ വലിപ്പവും വീതിയൊന്നും ഇല്ല. അപ്പം നമ്മൾ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും സമാധാനത്തിലും പോകാനുള്ള ഒരു മെന്റൽ കണ്ടീഷൻ നമുക്ക് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രൈവർമാര് സാധാരണ മട്ടിൽ ഒരു വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ ഒരു മെന്റൽ സ്ട്രെങ്തോ അല്ലെങ്കിൽ അവരുടെ ഐക്യോ ഇക്യോ ഒന്നും അളക്കാതെയാണ് അവർക്ക് ലൈസൻസ് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് നല്ല ട്രെയിനിങ് അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഒക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഫ്ലോറിലേക്ക് വിടുന്നു. താങ്ക് യു എവരിബഡി. താങ്ക് യു മാം. പറഞ്ഞോളൂ മാം. സാറിനെ കണ്ടില്ല. പറഞ്ഞോളൂ. യെസ് മാം. മാമിന്റെ ക്ലാസ് ശരിയാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് ഉണ്ടാക്കുന്നത് 25-ന് താഴെയുള്ള കുട്ടികളാണ്. അതായത് ആ ടീനേജിൽ സ്പിരിറ്റില് കുട്ടിക്ക് ആ പ്രീ ഫ്രണ്ടൽ ലോബ് ശരിക്കും വർക്ക് ചെയ്യാത്ത സമയമാണല്ലോ. ആ സമയത്ത് കുട്ടികൾ വല്ലാതെ സ്പീഡിൽ ഓടിക്കും. അവർക്ക് എന്താ സംഭവിക്കാൻ പോകുന്ന ആ കോൺസിക്വൻസിനെ പറ്റി അവർ ചിന്തിക്കുന്നേ ഇല്ല. അതൊരു കാരണമാണ്. പിന്നെ ഞാൻ കുറച്ച് ആൾക്കാരെ ശ്രദ്ധിച്ച മെഡിസിൻ കഴിക്കുന്ന, ശരിക്കും മെഡിസിൻ കഴിക്കുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കണം. എത്രയോ ആൾക്കാർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, മെഡിസിൻ കഴിച്ചുകൊണ്ടാണ് പെട്ടെന്ന് എല്ലാ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്, പക്ഷെങ്കിൽ ആക്സിഡന്റ് പറ്റിയത് മെഡിസിൻ കഴിച്ചുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങിപ്പോന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിദേശത്ത്, അതായത് മലേഷ്യയിൽ ടൂർ പോയപ്പം അവിടെ ശ്രദ്ധിച്ചൊരു കാര്യം,
ഓരോ ക്യൂ നിൽക്കുന്നവരെ ഓരോ വണ്ടീൻ്റെ എത്രയോ പിന്നിലാണ് ഓരോ വണ്ടി നിർത്തുന്നത്. ഭയങ്കര ഞാൻ ഞെട്ടിപ്പോയി. അവിടുത്തെ ആൾക്കാർക്കെല്ലാം കീപ്പിംഗ് ഡിസ്റ്റൻസ്. കീപ്പിംഗ് ഡിസ്റ്റൻസ്. അതുപോലെ ആൾക്കാരും അങ്ങനെ ധൃതി പിടിക്കുന്നില്ല. അവർ ആ സമയത്ത് വളരെ എൻജോയ് ചെയ്തിട്ട് ഇരിക്കും. ഞാനപ്പോൾ എന്തൊരു വ്യത്യാസമാണ് ഇവിടെ നിന്ന് ഞാനിങ്ങനെ എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ഒറ്റ വണ്ടിയും സ്പീഡേ ആക്കുന്നില്ല. എല്ലാം വളരെ, അതായത് അവർ നിയമങ്ങൾ അനുസരിക്കാൻ വളരെ ആ ബോധ്യമുണ്ട്. പക്ഷെ നമ്മളെ ആൾക്കാർ അതല്ല, ഇടിച്ചു കയറണോ മുന്നിലെത്തണം ആ വിചാരമാണ്. പ്രായമുള്ള ആൾക്കാരെ നോക്കൂല. അതൊക്കെ ശരിക്ക് ആക്സിഡന്റ് കൂടാനുള്ള ഒരു കാരണമാണ്. പിന്നെ വെഹിക്കിൾ സർവീസ്, അത് ചില ആൾക്കാർ അതിനെപ്പറ്റി തീരെ ശ്രദ്ധിക്കും. സമയാസമയങ്ങളിൽ സർവീസിന് ഇപ്പൊ കൊടുക്കണല്ലോ, അല്ലാണ്ട് അത് കത്തുന്നതും ഒരു വണ്ടി കത്തിയാൽ അത് മറ്റേ വണ്ടീനെ ബാധിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാർ അതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ ബോധം ഉണ്ടായിരിക്കണം. അതും വേണം. ഓക്കെ മാം, താങ്ക് യു വെരി മച്ച്. ശരിക്ക് നമ്മളെ ടീനേജേഴ്സ് ഒന്ന് കേൾക്കണം ഇങ്ങനത്തെ ക്ലാസ്സുകൾ, ഒന്ന് ബോധവൽക്കരിക്കണം. പിന്നെ മാഡം വേറെ ഒന്നുണ്ട്, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ്. ഇവരാണ് അധികം ഡ്രൈവിങ്ങിലേക്ക് വരുന്നത്. അവരെന്താണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മുന്നിലെത്തണം, അവർക്ക് ഒരു ക്ഷമയുണ്ടാവില്ല. ഈ അക്ഷമ കൂടുതൽ കാണിക്കുന്നത് അവരാണ്. അവർക്ക് ആക്സിഡന്റ് ആയാലും വേണ്ടില്ല, എന്തായാലും അവർക്ക് മുന്നിലെത്തണം ആ ഒരു വിചാരം ഉണ്ടാവും ഈ ഡ്രൈവിങ്ങിന്റെ സീറ്റിൽ. ഞാൻ റാണിയിൽ പഠിപ്പിക്കുമ്പോൾ അവിടുത്തെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു, നല്ല മനുഷ്യനാണ്. പക്ഷെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാൽ ഇവൻ ആള് മാറി. മാം പറഞ്ഞ പോലെ തന്നെ അവന് പിന്നെ ആരോ ആയി. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, അവൻ സ്കൂളിലെത്തിയാ മാഡം വളരെ ഹംപിൾ ആൻഡ് സിമ്പിൾ ആയിരിക്കും. പക്ഷെ ഡ്രൈവിംഗ് സീറ്റിലെത്തി ഞങ്ങൾ ആരും അവനോട് സംസാരിക്കില്ല. അപ്പൊ അവന്റെ ഗമയും കാര്യമൊക്കെ അവൻ വേറൊരാളായി. അതെന്താണ് പേഴ്സണാലിറ്റി ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഒരു മാറ്റം. അതൊരു മാം പറഞ്ഞ കുറെ ആൾക്കാർ ആ ഒരു സുഖേടുണ്ട്. പിന്നെ ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ് ഏറ്റവും അപകടം വരുത്തിയത്. ഓക്കെ മാഡം, താങ്ക് യു വെരി മച്ച്. സാറ് വന്നു. താങ്ക് യു മാം, താങ്ക് യു. വളരെ മനോഹരമായ ഒരു ടോപ്പിക് അമർജ്യോതി മാം അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തു. നമ്മുടെ ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇവിടെ ശാരീരികവും മാനസികവുമായ തലം വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ഐഡന്റിറ്റി, ഒരു വ്യക്തിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആയിട്ട് നമുക്ക് ഇതിനെ കാണാം. അയാൾ എങ്ങനെയാണ് ഒരു വാഹനം കൃത്യമായിട്ട് ഓടിക്കുന്നത്, അല്ല എങ്ങനെ അത് മാനേജ് ചെയ്യുന്നത്. പലപ്പോഴും നമുക്ക് നമ്മുടെ മുമ്പിൽ ആരും ഉണ്ടാകരുതെന്ന് വിചാരിക്കുന്ന കുറേ ആളുകളാണ് പൊതുവെ നമ്മൾ കണ്ടത്. ഒരു വാഹനവും നമ്മുടെ മുമ്പിൽ ഉണ്ടാകരുത്, നമ്മളായിരിക്കണം ഏറ്റവും മുമ്പിൽ. ഇങ്ങനെയൊക്കെ ഒരു മാനറിസം ആഗ്രഹിക്കുന്നവർക്ക് പലപ്പോഴും ഇതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതിന് ചില മാർഗങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ മാർഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ചിരിക്കുന്ന ഒരു മുഖം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം. പിന്നെ ക്ഷമ പറയുന്ന ഒരു പാറ്റേൺ, ഒരു മാനറിസം തീർച്ചയായിട്ടും ഉണ്ടാകണം. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സ് വളരെ കൃത്യമായിട്ട് നമ്മുടെ മുഖത്ത് ഫിറ്റ് ചെയ്ത പോലെ ഇല്ലെങ്കിൽ പലപ്പോഴും അടി കൊള്ളാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിരിക്കുമ്പോഴും സൂക്ഷിക്കണം കേട്ടോ. ചിലപ്പം ചിരി കാണുമ്പോൾ തന്നെ മറ്റുള്ളവർ ആക്രോശിക്കാനുള്ള ഒരു കാരണം. ടൈൽഗേറ്റിംഗ് ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അതെ അതെ അതെ, അവരെ കളിയാക്കുന്നതായിട്ട് തോന്നുന്ന ഒരു നേച്ചർമാരെ. പിന്നെ നമ്മൾ പറയാം, മാം പറഞ്ഞ പോലെ ഈ സിഗ്നലാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ള ഒരു ഏരിയ. സിഗ്നലിൽ നമുക്കങ്ങനെ റെഡ് ലൈറ്റ് കാണുക എന്ന് വെച്ചാൽ വലിയ സങ്കടമാണ്. ആ സമയത്ത് നമുക്ക് നല്ലൊരു പ്രയർ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സമയമാണ്. ഒരു മിനിറ്റ് 2 മിനിറ്റ് നേരം കൃത്യമായിട്ട് നമുക്കൊരു പ്രയർ ഞാൻ വളരെയധികം ഉപയോഗിക്കാറുണ്ട്. ആ സമയത്ത് നമുക്ക് വേറെ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രയർ, കുറച്ച് ഈ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് കുറെ പേരെ ഓർക്കാൻ, അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ആ സമയം അല്ലെങ്കിൽ ഭയങ്കര ബോറിങ്. അതുപോലെ ലിഫ്റ്റേ കയറുന്ന സമയം ഓർക്കുന്നില്ലേ, ലിഫ്റ്റേ കയറി കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ചെല്ലണം എന്നുള്ളത്. എന്ന് പറയുന്ന പോലെ തന്നെയാണ് വണ്ടിയുടെ ഒരു രീതിയും. അപ്പോൾ ഇവിടെ നമ്മളുടേതായ ഒരു പേഴ്സണൽ തലം കൃത്യമായിട്ട് അത് ഡെഫിനറ്റ് ചെയ്യാം. മാം കുറച്ച് അഫർമേഷൻസ് ഒക്കെ പറഞ്ഞു, തീർച്ചയായിട്ടും അത് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു മാം, വളരെ മനോഹരമായ ഒരു സെഷൻ. താങ്ക് യു തീർച്ചയായിട്ടും സാർ. അത് ഈ ട്രാഫിക് ലൈറ്റിന്റെ കാര്യത്തിൽ ഒരു അഡാപ്റ്റീവ് ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന പരിപാടി എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ട്രാഫിക് ഫ്ലോ സെൻസർ വെച്ച് അത് കറക്റ്റായിട്ട് എല്ലാ സമയത്തും ഒരേ ടൈം ഡ്യൂറേഷൻ വേണമെന്നില്ല, പച്ചയ്ക്കും ചുവപ്പിനും. അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് കണക്കാക്കി ചെയ്യുന്ന അഡാപ്റ്റീവ് സിസ്റ്റംസ് ഉണ്ട്.
അതൊന്നും നമ്മൾ സിസ്റ്റം ചെയ്യുന്നില്ലല്ലോ. ഇല്ല. ഇവിടെ ഇപ്പൊ അങ്ങനെയുള്ള ഒന്നുമില്ലല്ലോ. ഇവിടെ റോഡുകളും കുഴികളും ഒക്കെ ആയിട്ടല്ലേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, രാജ് സാർ പറയും. മാമിനെ ഒന്ന് വിളിച്ചോണേ, ഞാനൊന്ന് ഇടയ്ക്കൊന്ന് താങ്ക് യു സാർ, വിളിക്കാം. ശരി സർ. താങ്ക് യു സാബു സർ. അമ്മ ടീച്ചർ വളരെ റിലവൻറ്റും വളരെ ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സാധാരണ നമ്മളിവിടെ ആരും കൈകാര്യം ചെയ്ത് കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന, പ്രത്യേകിച്ച് വാഹനമുള്ളവർക്കും വാഹനം ഓടിക്കുന്നവർക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. മാഡം പറഞ്ഞു സ്കാൻഡിനേവിയൻ കൺട്രീസിലാണ് ഏറ്റവും കുറവ് ആക്സിഡൻസ് ഉണ്ടാകുന്നത്. ഐസ്ലൻഡ്, പിന്നെ സ്വിറ്റ്സർലൻഡ്, ആ രീതി. കാരണം അവരാണ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവർ തന്നെയാണ്. അവിടുത്തെ പോപ്പുലേഷൻ കുറവാണ്, പക്ഷേ അവിടുത്തെ ആക്സിഡൻസിൻ്റെ റേറ്റ് പറഞ്ഞത് പെർ 100 അല്ലേ, അല്ലാതെ ആകെ ഉണ്ടാകുന്നതല്ലല്ലോ. പെർ 100 ആയിരിക്കും, 1 ആണെന്നൊക്കെ പറഞ്ഞല്ലേ. അവർക്ക് തീരെ ഇല്ല, പക്ഷെ അവർക്ക് ആളുകളും ഇല്ല സർ. ആളുകളില്ല, പക്ഷേ എങ്കിൽ പോലും 100 ഒരാൾക്ക് അല്ലെ പെർ 100 അല്ലേ പറയുന്നത്. അതെ. അതുകൊണ്ട് അത് ആൾക്കാരുടെ എണ്ണം അനുസരിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, പെർ 100 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ അത് പെർ 100 എത്ര ആവുന്നിരിക്കുന്നത്? അല്ല സർ, ലക്ഷത്തില് 2.5 കൂടുന്തോറും തീർച്ചയായിട്ടും ഐസ്ലാൻഡ് റോഡ് ബിസി ആകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളിവിടെ ക്യാമറ വെച്ചതിന് ശേഷം ഈ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ആക്സിഡൻസ് കുറഞ്ഞിട്ടുണ്ടെന്ന്. 2 വർഷമായിട്ടാണ് ക്യാമറയൊക്കെ ഇവിടെ. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സേഫ്റ്റിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപകടങ്ങൾ കുറയും. പിന്നെ പറഞ്ഞത് നമ്മുടെ റോഡിൻ്റെ പര്യാപ്തത, അതായത് ആളുകളുടെ എണ്ണം കൂടുന്നു, അതുപോലെ തന്നെ കാറുകളുടെ എണ്ണം കൂടുന്നു, പക്ഷേ റോഡുകളുടെ എണ്ണമോ അല്ലെങ്കിൽ വണ്ണമോ കൂടുന്നില്ല. അതാണ് അതൊരു കാര്യമാണ്. എന്തായാലും ഈ അടുത്ത സമയത്ത് നമ്മുടെ ഹൈവേസ് ഒക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ റിലവൻറ്റും ഇമ്പോർട്ടൻറ്റുമാണെന്ന് മാത്രം ടീച്ചർ. താങ്ക് യു സർ. സാറ് നന്നായിട്ട് കേട്ട് നന്നായിട്ട് വിലയിരുത്തി. താങ്ക് യു സർ. സ്നേഹലത മാം, ജോർജ് സാറേ, ജോഷി സാർ ഉണ്ടല്ലോ, ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്യാവോ? ജോഷി സാർ, ജോർജ് സാറെ അൺമ്യൂട്ട് ചെയ്യാവോ? ആരും അൺമ്യൂട്ട് ചെയ്യുന്നില്ല. ആരെങ്കിലും സ്ഥലത്താരാ ഉള്ളേ? ശുദ്ധോധന സാറുണ്ടോ? ഞാനുണ്ട് മാഡം. ഉണ്ട് സർ, പറയൂ സർ. ഞാൻ കേൾക്കുമായിരുന്നു. ഈ നമ്മുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിന്റെ കാര്യമൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയായിരുന്നു. കാരണം മാഡം പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ ശരിയാണ്. വിദേശത്തൊക്കെ പോപ്പുലേഷൻ കുറവാണ്, റോഡ് റൂൾസ് ഭയങ്കര കർശനമാണ്, ശിക്ഷ അതിഭയങ്കരമാണ്. അതൊക്കെ കൊണ്ടാണ് ആളുകൾ ഇത് അനുസരിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് സിംഗപ്പൂരിൽ പോയാലും ഗൾഫ് രാജ്യങ്ങളിൽ പോയാലും യൂറോപ്പിൽ പോയാലും ജപ്പാനിൽ പോയാലും ഒക്കെ ഇതുപോലെ ഈ തിക്കിത്തിരക്കി ഇതിൻ്റെ ഇടയിൽ കൂടെ കീപ്പ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഉടനെ അവിടേക്ക് ഒരു 2 വീലറുകാരൻ ഇടിച്ചു കയറും. ഇവിടെ ഉടനെ തന്നെ ഒരു ഓട്ടോറിക്ഷക്കാരൻ അവിടെ കൊണ്ടുവന്ന് കുറുക്കെ നിന്ന നിപ്പിൽ അവനൊരു ടേൺ അടിച്ച് നമ്മുടെ ഇടയിലേക്ക് കയറ്റി വരും. അപ്പൊ ഇവിടെ ഈ വാഹനം ഓടിക്കൽ ഭയങ്കര മത്സരമാണ് നമുക്കിവിടെ. അതായത് ഈ വലിയ നമ്മുടെ ഹിമാലയൻ റാലി പോലെയാണ് ആളുകൾ വണ്ടിയിൽ അങ്ങോട്ട് വരുന്നത്. പിന്നെ ഞാൻ ഈയിടെ ഒരു സംഭവം ഞാൻ ഒരിക്കലും പറഞ്ഞു എന്ന് ഓർക്കും. ഈ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ അവിടെ ഒരു ബാറ്റ ഷോറൂം ഉണ്ട്. അതിന്റെ മുൻഭാഗത്ത് ഈ സ്ലോപ്പിലാണ് ഈ വണ്ടികൾ പാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഞാനൊരു ദിവസം കാറ് നിർത്തി അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഒരു കാറിലിട്ട് 4 ചവിട്ട് ഷൂ ഒക്കെ ഇട്ട്, അഡിഡാസ് ഷൂ ഇട്ടിട്ട് നല്ല മാന്യനായിട്ടുള്ള ഒരുത്തൻ. പക്ഷെ അവൻ ട്രൗസറുമാണ് ഇട്ടിരിക്കുന്ന, ടീഷർട്ടുമാണ്. അത് നോക്കിയ പ്രായമുള്ള ഒരു ആളും ഭാര്യയും കൂടെ കാറ് റിവേഴ്സ് എടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കോയമ്പത്തൂർ താമസിക്കുന്ന ആളാണ്, ഇപ്പോൾ ഇവിടെ വന്നതാണ്. ഇപ്പോൾ വൈഫിനൊരു ചെരുപ്പ് വാങ്ങിക്കാനായിട്ട് വന്നതാണ്. ഈ സ്ലോപ്പിൽ എനിക്ക് റിവേഴ്സ് എടുക്കാൻ ഒരു പ്രയാസം ഉണ്ടായി, അതുകൊണ്ട് ഒരു മിനിറ്റ് വൈകിപ്പോയി. അതാണ്. ആ ചെക്കൻ ഇറങ്ങി വന്നിട്ട് പച്ച തെറി വിളിച്ചിട്ട് ഈ കാറിലിട്ട് 3-4 ചവിട്ട് അവൻ്റെ ഷൂവിൽ. ഒരു കാര്യവും. അപ്പം ഞാൻ അവരെ സമാധാനിപ്പിച്ച്, അങ്ങനെയാണ് ഇവിടുത്തുകാരൻ. അയാൾ പറഞ്ഞു ഞാൻ ഈ പാലക്കാടിനെ വരുന്നില്ല എന്നും പറഞ്ഞു. പാലക്കാട്ടുകാർ വളരെ സൗമ്യരാണെങ്കിൽ ഈ പുതിയ തലമുറയില്ലേ,
അവർ ഇതിൽ. അതുപോലെ ഈ 2 വീലറിൽ ഓവർടേക്ക് ചെയ്ത് പാഞ്ഞു പോകുന്നവനെ നോക്കിയാൽ നമുക്ക് ഉടനെ എനിക്കറിയാം അവൻ ട്രൗസർ ആയിരിക്കും ഇട്ടിരിക്കുന്നത്, ഒരു ടീഷർട്ട് ആയിരിക്കും ഇട്ടിരിക്കുന്നത്. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒക്കെ അങ്ങനെയാണ്. അത് ഈ കുതിച്ചു പാഞ്ഞ് ഈ കൊള്ളിമീൻ പായുന്നത് പോലെ വാഹനങ്ങളുടെ ഇടയിൽ കൂടി ഇങ്ങനെ നുളഞ്ഞ് പോകണം. അതിനാണ് പണ്ട് ഈ മലയാളത്തിലൊരു പുതിയ വാക്ക് വന്നത്, ചെത്ത് സ്റ്റൈൽ എന്ന്. ഈ വാഹനം ചെത്തി പോകുന്നത് കൊണ്ടാണ് ചെത്ത് സ്റ്റൈലൊക്കെ വന്നത്. അപ്പൊ യുദ്ധമാണ്. അപ്പൊ ഈ ചെറുപ്പക്കാരെ ഒന്നും ഈ നിയമങ്ങൾ പാലിക്കാൻ പറ്റാത്ത ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. ഓവർടേക്ക് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ലഹരിയാണ്. എൻ്റെ പുറകിൽ വേണം എല്ലാ വാഹനങ്ങളും ഒന്നും പറയും. നമ്മളൊരു വണ്ടി ഓവർടേക്ക് ചെയ്താൽ ഉടൻ ഇവൻ മരണപ്പാച്ചിൽ പാഞ്ഞ് റോങ് സൈഡിൽ കൂടെ കയറി നമ്മുടെ മുന്നിൽ വന്നങ്ങ് സ്ലോ അടിക്കും. എന്തിനാണെന്നറിയാം? ഞാൻ നിന്നെ തോപ്പിച്ചെടാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. അപ്പൊ ഞാൻ ഈ ഗണേഷ് കുമാറിന്റെ കുറെ സ്വഭാവങ്ങൾ എനിക്ക് ഇഷ്ടമല്ലെങ്കിലും അദ്ദേഹം ഈ ട്രാഫിക് കാര്യത്തിൽ കൊണ്ടുവന്ന കുറെ കാര്യങ്ങൾ, ഒന്ന് ഡ്രൈവിംഗ് സ്കൂളുകളെ കർശനമായിട്ട് പഠിപ്പിച്ചും പാർക്ക് ചെയ്യാനും ഒക്കെ പഠിപ്പിച്ചിട്ട് മാത്രം ലൈസൻസ്, അതേപോലെ ഈ ലൈസൻസ് സസ്പെൻഡ് ചെയ്യലും, അതേപോലെ ഈ പ്രായം കുറഞ്ഞ പിള്ളേരെ ഓടിച്ചാൽ അവരുടെ അച്ഛന്മാരുടെ പേര് കേസെടുക്കലും, വാഹനം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ഒരുപാട് ആക്സിഡന്റ് കുറഞ്ഞു. അതുപോലെ ഈ ഹെൽമെറ്റ് ഇമ്പോസ് ചെയ്തത്, സീറ്റ് ബെൽറ്റ് ഇമ്പോസ് ചെയ്തത്, അതൊക്കെ നമ്മളെപ്പോലെ ഈ നിയമങ്ങൾ ലംഘിക്കാൻ കൊതിച്ചു നിൽക്കുന്ന ആളുകൾക്ക് നമുക്ക് ഈ നിയമലംഘനം വലിയൊരു ഈ ലഹരിയാണ്. ഞാൻ അതിനെ ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരെ ബുള്ളിങ്, അബ്യൂസ് എന്നൊക്കെ പറഞ്ഞ പോലെ അത് ഈ വേറൊരു കാര്യം മേഡം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഈ വമ്പന്മാരുടെ കാറുകളാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കുന്നത്. ഈ മാരുതി 800 അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ കാറുകാരൊന്നും അത് തെറ്റി. അതിനകത്ത് ഇന്നോവക്കാരനും അതേപോലെ SUV കാരനും ഒക്കെ അതിവേഗത്തിൽ കുതിച്ചു പാഞ്ഞു ബാക്കി എല്ലാത്തിനെയും പിന്നിലാക്കി പോകാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഇരിക്കുന്ന ഈ വലിയ ഓഫീസർമാരെ അവരുടെ അല്ലെ വലിയ പണക്കാരെ അവരുടെ ഈ ഹുങ്ക് കാണിക്കുന്നത് കാർ അതിവേഗത്തിൽ പായിച്ചുകൊണ്ടും നിയമങ്ങൾ ലംഘിച്ചു. മന്ത്രിമാരൊക്കെ ഈ ട്രാഫിക് ലൈറ്റിൽ വന്നാൽ മന്ത്രിയുടെ കാറിന് വേണ്ടിയിട്ട് ഉടൻ തന്നെ അവരെ കടത്തിവിടും. ഈ നേരത്തെ നമ്മുടെ നെതർലൻഡിലെ പ്രൈം മിനിസ്റ്റർ സൈക്കിളിൽ പോയതുപോലെ അത് നമുക്ക് സങ്കല്പിക്കാനേ പറ്റില്ല. പക്ഷെ കേരളത്തിൽ അച്യുതമേനോൻ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞിട്ട് KSRTC ബസ്സിലാണ് രാത്രിയിൽ അദ്ദേഹം തൃശ്ശൂരിൽ വന്ന് ഇറങ്ങിയത് അദ്ദേഹത്തിന്റെ സൂട്ട് കേസുമായിട്ട്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 40 കാറ്, ആംബുലൻസ്, കീംബുലൻസ് ഒക്കെ ആയിട്ട് പാഞ്ഞു പോകുന്ന അല്പന്മാരെ നമ്മൾ കാണുമ്പോഴാണ് ഇങ്ങനെയുള്ള മഹാന്മാരെ നമ്മൾക്ക് ആദരവ് തോന്നുന്നതൊക്കെ. മാഡം അതിൽ ഉൾപ്പെടുത്താത്ത 2 കാര്യമുണ്ട്. ഒന്ന്, ഈ നായ കുറുക്കച്ചാടലും പന്നി ഓടി വാഹനങ്ങൾ മറിഞ്ഞു വീഴുന്നത്. 2 വീലറുകാർ ഒരുപാട് പേര് കേരളത്തിൽ മറിഞ്ഞു വീഴുന്ന ഈ നായ കുറുക്കച്ചാടിയിട്ടാണ്. ഭയങ്കരമായിട്ട് കേരളത്തിലെ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ സന്ധ്യയ്ക്ക് ശേഷമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പന്നി കുറുക്കച്ചാടും, അല്ലെന്നുണ്ടെങ്കിൽ തെരുവുനായ നമ്മുടെ വണ്ടിയുടെ മുന്നിൽ ഓടി കയറുമെന്ന് വിചാരിച്ചിട്ട് തന്നെ സ്പീഡ് കുറവാണെങ്കിൽ വീണാലും പരിക്കുകളുടെ ഒരു ഗ്രാവിറ്റി കുറയും. ഈ അതിവേഗത്തിൽ വരുമ്പോഴാണ് ഈ കൊള്യൂഷൻ തമ്മിൽ ഇടിക്കുന്ന വലിയ ഗംഭീരമായിട്ടുള്ള ഇതിൽ ഭയങ്കര വെലോസിറ്റിയിൽ വരുന്ന 2 വണ്ടികൾ കൂട്ടിയിടിക്കുമ്പോൾ. അപ്പം സ്പീഡ് കുറഞ്ഞാൽ നമുക്കൊരു പരിക്ക് പറ്റിയാൽ വല്ലവനും കൊണ്ട് ചാമ്പിയാൽ തന്നെ നമുക്ക് ചെറിയ പരിക്കുകൾ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളത് ഒരു പിന്നെ ഈ വെർബൽ അബ്യൂസ്. മലയാളി ഭയങ്കര സാക്ഷരനും മറ്റേവരും ഒക്കെ ആണെന്നുണ്ടെങ്കിലോ നമ്മുടെ ഒരു ചെറിയൊരു പാർക്കിങ്ങിൽ തന്നെ നമുക്കൊരു ചെറിയ പ്രശ്നം വന്നാൽ മറ്റേ ഡ്രൈവർ അങ്ങ് പച്ച തെറിയാണ് മലയാളികൾ പറയുന്നത്. അത് ഈ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള, പ്രത്യേകിച്ചും ഫാമിലിയൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളങ്ങ് ചുരുങ്ങി പുഴുവായി പോകുന്ന രീതിയിൽ നമ്മളെ അങ്ങോട്ട് തെറി പറയും. അതുപോലെ തന്നെ ഇതിലും ഈ നമ്മുടെ ഈ ഫിസിക്കൽ ത്രെറ്റ്സും ഒക്കെ ഇതിന്റെ ഭാഗമാണ്. എപ്പോൾ തല്ലുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നൊരു വല്ലവന്റെയും തെറ്റിനാണെങ്കിൽ നമ്മൾ നിർത്തി ആർഗ്യൂ ചെയ്യാനൊന്നും നിൽക്കാതെ നമ്മൾ അങ്ങോട്ട് പോവുക, അത് കണ്ടില്ല എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോവുക. ഇതൊക്കെയാണ് ഏറ്റവും നമ്മൾ പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇപ്പൊ എൻ്റെ 2 സ്കൂളിലും നമ്മൾ ഡ്രൈവേഴ്സിന് ക്ലാസ് എടുക്കാറുണ്ട്. ഒരു സ്കൂളിലാണെങ്കിൽ കൊല്ലങ്കോട് സ്കൂളിൽ 70 ഓട്ടോയിൽ പിള്ളേർ വരുന്നുണ്ട്. അവിടെ ഈ ഫാർ ഇന്റീരിയറിൽ നിന്നൊക്കെ വരുന്ന ധാരാളം കുട്ടികളുണ്ട്. ഈ ഡ്രൈവർമാരെ ക്ലാസ് കേൾപ്പിക്കാനായിട്ട് നമ്മളെ വിളിച്ചാൽ അവരുടെ മുഖത്തൊരു പുച്ഛഭാവമുണ്ട്. ഞങ്ങളൊക്കെ എത്ര വണ്ടി ഓടിക്കുന്ന സാറേ, സാറിന്റെ ഒരു കീറുവാണം ഞങ്ങൾക്ക് കേൾക്കണ്ട എന്നുള്ള രീതിയിൽ പരമപുച്ഛത്തോടാണ് ഇവന്മാരിയിരിക്കുന്നത്. അവരാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ കയറ്റിക്കൊണ്ട് പെട്രോൾ പമ്പിൽ കയറാൻ പാടില്ല, യൂണിഫോം ഇടണം, പിന്നെ മടിയിൽ കുട്ടികളെ ഇരുത്താൻ പാടില്ല എന്നൊക്കെയുള്ള നിയമങ്ങൾ നമ്മൾ പറയുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ എന്നും കാണുന്നതാണെന്നുള്ള രീതിയിൽ മലയാളി ഡ്രൈവേഴ്സാണ് ഏറ്റവും മര്യാദ കെട്ടവർ. പ്രത്യേകിച്ചും ഈ ഓട്ടോയിലെയും അതേപോലെ തന്നെ 2 വീലറിലെയും ആളുകളൊക്കെ കൂടുതൽ ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടോക്കാർ അവരുടെ ജീവിക്കാനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്ഷമിക്കാറുണ്ട്. അവനെ ഒരു ട്രിപ്പ് കിട്ടിയാൽ അത്രയും നന്നായല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതൊക്കെ ഒരു പരിഷ്കൃത സമൂഹത്തിന് തീരെ യോജിക്കാത്തതാണ്. എന്തായാലും മാഡത്തിന്റെ ഈ ക്ലാസ് പലയിടത്തും പലർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ
ഈ നമ്മുടെ ഓരോ ഈ സ്കൂൾ റീ ഓപ്പണിങ്ങിന് മുന്നേ ടീച്ചേഴ്സിന് ഈ പിള്ളേർക്കും ഒക്കെ അപ്പോൾ ഈ ക്ലാസ് കൊടുക്കേണ്ടതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ അത് കഴിഞ്ഞ് ഇറങ്ങിയാൽ ഉടൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുകയാണ്. അപ്പോൾ അവർക്കും ഒക്കെ ഈ ക്ലാസ് കൊടുക്കാൻ എനിക്കിത് ഉപകരിക്കും. അത് ഞാൻ എന്തായാലും ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും പോയിന്റ്സ് എഴുതിയെടുക്കുകയൊക്കെ ചെയ്യും. താങ്ക് യു മാഡം. ഒരു അപൂർവ വിഷയമാണ് എടുത്തത്. കാരണം സാധാരണക്കാർ ഇത് എടുക്കില്ല. നമ്മൾ ഉടനെ പറയും ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ എടുത്താൽ മതി എന്ന്. ഇത് മാഡത്തിനെ പോലെ ഒരാൾ വന്നിട്ട് ഈ ഡ്രൈവിങ്ങിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കേരളത്തിലെ സവിശേഷ ഡ്രൈവിംഗ് ഗുണദോഷങ്ങൾ വിസ്തരിച്ചൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. താങ്ക് യു സർ. ജോർജ് സാറേ. നമസ്കാരം, ഗോപകുമാറാണ്. ഗോപകുമാറാണ്. ആദ്യം പഠിപ്പിക്കുന്നത് മാഡം പറഞ്ഞു മറ്റേ ഈ ഒരു ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ആളുകളെ വിളിച്ച് ട്രെയിനിങ് കൊടുക്കണമെന്ന്. ട്രെയിനിങ് കൊടുക്കുന്നത് നല്ലതാണ്, പക്ഷെ മനുഷ്യനും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് പഠിപ്പിക്കുന്നത്. മനുഷ്യനോട് എങ്ങനെ പെരുമാറണം എന്ന് ഡ്രൈവർമാർ പലർക്കും അറിയില്ല. അത് പറഞ്ഞൊക്കെ ഉള്ള സ്പീഡ് എടുക്കാതെ സാധാരണ പുറകിൽ പോകാനും മറ്റുള്ളവരുടെ പേര് എങ്ങനെ പെരുമാറണമെന്നും ആയിരിക്കണം ക്ലാസ് എടുക്കാൻ ഏറ്റവും നല്ലത്. നല്ല ക്ലാസ് ആയിരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അത് പബ്ലിക്കിൽ പെരുമാറുന്നത്, മാന്യമായി പെരുമാറുന്നത് ഒരു സ്കില്ലാണ്. ആ സ്കില്ലിനാണ് ഇവർക്ക് ആദ്യം ട്രെയിനിങ് കൊടുക്കേണ്ടത്. ജോർജ് സാർ പറയാൻ റെഡി ആയിരിക്കുന്നതെന്ന് തോന്നുന്നല്ലോ. സ്റ്റക്കായി പോയോ? ജോർജ് സാറിന് എന്തോ നെറ്റ് ഇഷ്യൂ വന്നു അല്ലേ? പിന്നെ ജോർജ് തോമസ് സാർ, അമർജ്യോതി മാം, ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാവോ? ജോർജ് സാറിന് എന്തോ നെറ്റ് ഇഷ്യൂ ആത്തു. ജോഷി സാറ് പോയെന്തോ. അമർജ്യോതി മാം പറഞ്ഞു. സ്നേഹലത മാം. ജോർജ് സാർ, ജോർജ് തോമസ് സാർ, മാത്യു തോമസ് സാർ, സ്നേഹലത മാം. സ്നേഹലത മാം. മാത്യു തോമസ് സാർ. ജോർജ് തോമസ് സാർ അൺമ്യൂട്ട് ആണല്ലോ. സാർ പറയാവോ? സ്നേഹലത മാം പറയാവോ? ജോർജ് സാറെ അൺമ്യൂട്ട് ചെയ്യൂ സാർ. സാറ് മ്യൂട്ടാ. ജോർജ് സാർ മ്യൂട്ടാ. ജോർജ് സാർ മ്യൂട്ടാണ്. താങ്ക് യു മാം. നെറ്റ് പ്രോബ്ലം കൂടെ പോകുന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക. മാം കൺഗ്രാജുലേഷൻ. സാധാരണ ആരും കൈവയ്ക്കാൻ മടിക്കുന്ന കാര്യം ഇതൊക്കെയാണേലും ഒരു ഡ്രൈവർ മറ്റൊരു ഡ്രൈവറാണ് പ്രശ്നക്കാരനെന്ന് പറഞ്ഞാണ് എപ്പോഴും തന്നെ ഡ്രൈവിങ് നടത്തുക. അപ്പോൾ എല്ലാ ഡ്രൈവേഴ്സിനും തോന്നാറുണ്ട് എനിക്ക് അറിവൊക്കെ ഉണ്ട് എന്ന്. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവരെ കൂടുതൽ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതല്ലോ. പക്ഷേ സ്വാഭാവികമായി നമുക്ക് എന്താ പറയണേ, ചില പാരമ്പര്യം അല്ലെങ്കിൽ ചില ഒരു ജന്മന ഒരു ശീലം പോലെ ആയിപ്പോയി നമ്മുടെ ഡ്രൈവിംഗ് കൾച്ചർ. അക്കാര്യത്തിൽ ഈ ഇരിക്കുന്ന ഇത്രയും പേർക്കെങ്കിലും ഒരു നല്ല അവയർനെസ് പ്രോഗ്രാം നടത്താൻ അടുത്തിന് കഴിഞ്ഞു എന്ന് ഞാൻ കരുതുക. ചുരുങ്ങിയത് ഇത്രയും പേർക്കെങ്കിലും കിട്ടി. പിന്നെ മാത്രമല്ല, യൂട്യൂബിലുണ്ടല്ലോ, ആരെങ്കിലും എന്തെങ്കിലും നോക്കുകയാണെങ്കിൽ കാണും. വളരെ നന്നായിരുന്നു, ഉപകാരപ്പെട്ടു. കുറേ പ്രിക്കോഷൻസ് എടുക്കാൻ, കുറേ വാണിംഗ് സ്വയം കരുതാൻ വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും ഇറങ്ങരുത്
എന്നുള്ളൊരു തോന്നൽ ആവർത്തിച്ച് പറഞ്ഞു പല സന്ദർഭങ്ങളിലായിട്ട്. ഉപകാരപ്പെടും. വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. സാറൊന്ന് കൈയൊക്കെ എടുത്തെന്ന് പറഞ്ഞാലേ ഒരു സമാധാനം കിട്ടും. നന്നായി. ഞാൻ സാറിന്റെ ആദ്യം നോക്കി, ഞാൻ ഫീഡ്ബാക്ക്. പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ പെട്ടെന്ന് ഇത് പോയിന്ന് പിന്നെ അറിഞ്ഞു. സാറ് സ്റ്റക്കായി പോയാ. നെറ്റ് ബ്രേക്ക് ആയി പോയി. ഒരു ജോർജ് തോമസ് സാറുണ്ട്. സാറ് അൺമ്യൂട്ടാണ്, പക്ഷെ സാറ് ഇങ്ങോട്ട് പറയുന്ന കാണുന്നില്ല. ഒരു മാത്യു തോമസ് സാറുണ്ട്. സ്നേഹലത മാം പറയാത്തോണ്ട്. സ്നേഹലത മാം, ജോർജ് തോമസ് സാർ, മാത്യു തോമസ് സാർ, 2 പേരും 3 പേരും കൂടി പറയാനുണ്ട്. പക്ഷേ ഈ ഡ്രൈവർമാരുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു കാറുകാരൻ ഒരിക്കലും KSRTCയോട് മത്സരിക്കാൻ പോകാറില്ല. അതുപോലെ വലിയൊരു ഹെവി വെഹിക്കിൾ, വലിയൊരു ലോറിയോടും മത്സരിക്കാൻ പോകാറില്ല. മത്സരിക്കാൻ പറ്റുന്നവരോടെ മത്സരിക്കുന്നുള്ളൂ എന്ന് നമുക്ക് റോഡിൽ കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മാനസികമായ ഒരുതരം അഹങ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ ഈ റേജ് ഉണ്ടാവുന്നത്, ഈ ആങ്കർ ഉണ്ടാവുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇനി ഇവിടെ ഇരിക്കുന്ന ആരും ഫീഡ്ബാക്ക് പറയുന്നില്ല എന്ന് തോന്നുന്നു. ഒന്ന് ക്ലോസ് ചെയ്തേക്കട്ടെ. സ്നേഹലത മാം, മാത്യു തോമസ്, ജോർജ് തോമസ്, ആരെങ്കിലും പറയുന്നുണ്ടോ?